ജീവപരം ഐക്യത്തിൽ കിട്ടുന്നതാണ് പരമാനന്ദം, ബ്രഹ്മാനന്ദം. അതിനേക്കാളും വലിയൊരു ആനന്ദം ഇല്ലാന്നർത്ഥം. യുഗന്ധരായി നമഃ. പ്രപഞ്ചഭാരം വഹിക്കുന്ന ദേവിക്ക് നമസ്കാരം. അതായത് ഈ രഥത്തിന്റെ നുകം വഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നടത്തി ചെല്ലുക എന്നർത്ഥം, കൊണ്ടുപോകുക എന്നർത്ഥം. ഈ പ്രപഞ്ചഭാരം വഹിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പ്രപഞ്ചത്തെ നയിക്കുന്നത് ഈശ്വര സ്വരൂപമാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണ്യേൻ മഹാ. വളരെ കാര്യമായൊരു പദമാണത്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. എന്താണ്? ഏതൊരു കാര്യം വേണമെങ്കിലും ആദ്യം ആഗ്രഹം വരണം, അല്ലേ? നമുക്ക് ന്യൂസ് കിട്ടി ലളിതാ സഹസ്രനാമം അവാഹയജ്ഞം നടക്കുന്നു. അപ്പൊ ന്യൂസ് കിട്ടിയ ഉടനെ നമുക്ക് പോയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ആദ്യം വരണം. അതാണ് ഇച്ഛ. ആഗ്രഹം വന്നിട്ട് മിണ്ടാതിരുന്നാൽ പറ്റുമോ? എന്താ ചെയ്യേണ്ടത്? ആട്ടോ പിടിച്ച് ശ്രീകണ്ഠേശ്വരം ദുർഗാദേവി ക്ഷേത്രം വരെ വരണം. അത് ക്രിയ. അപ്പൊ ഇച്ഛ ആദ്യം, ഇച്ഛ വന്നാൽ ക്രിയ, ക്രിയ വന്നാലേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അതിന്റെ കാര്യം മനസ്സിലാക്കി അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ തത്വം. ദേവയാനി ഇച്ഛാശക്തി, വള്ളി ക്രിയാശക്തി, സുബ്രഹ്മണ്യൻ ജ്ഞാനശക്തി. ഇതാണ് യഥാർത്ഥത്തിലുള്ളത്. പല ക്ഷേത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. സമീപത്തിൽ എനിക്ക് പാണ്ഡിച്ചേരി പോകാൻ ഒരു ചാൻസ് കിട്ടി. അവിടുത്തെ മ്യൂസിയത്തിൽ പോയപ്പോൾ ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, വലതുവശത്ത് വള്ളി, ഇടതുവശത്താണ് ദേവയാനി. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പല ക്ഷേത്രങ്ങളിലും മാറി വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ആദ്യം വന്നതാരാ? ദേവയാനി, അല്ലേ? ദേവാസുര യുദ്ധം നടന്ന് സുരപത്മനെ വധം ചെയ്തപ്പോൾ ഇന്ദ്രൻ തന്റെ മകളെ സുബ്രഹ്മണ്യന് വിവാഹം കഴിച്ചു കൊടുത്തു. അതാണ് ദേവസേന. ദേവസേനയുടെ പതി, അതാണ് മുരുകൻ. ഇനി ഒരർത്ഥം ദേവസേനാപതി. രണ്ട് രീതിയിൽ അതിനെ പിടിക്കാം. ദേവസേനയുടെ പതിയും അദ്ദേഹം തന്നെ, ദേവസേനാപതിയും അദ്ദേഹം തന്നെയാണ്. അതാണ് ജ്ഞാനം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിരിക്കുന്ന വേലിന് ജ്ഞാനവേൽ എന്ന് പറയുന്നത്. ജ്ഞാനം എങ്ങനെ ഇരിക്കണം? നല്ല കൂർമ്മയായിരിക്കണം, അകലമായിരിക്കണം, ആഴമായിരിക്കണം, അല്ലേ? അതെല്ലാം അറിവ് എങ്ങനെ ഇരിക്കണം? നല്ല ഷാർപ്പായിരിക്കണം, ബ്രോഡായിരിക്കണം, നല്ല അത് ശരിക്കും മനസ്സിലാക്കിയ ഡെപ്ത് വേണം. അതാണ് വേല. വേലിന്റെ രൂപം അങ്ങനെ തന്നെ, കൂർമ്മ, അകലം, ആഴം. ഈ വേൽ കയ്യിലുള്ളത് കൊണ്ടാണ് ജ്ഞാനവേൽ എന്ന് പറയുന്നത്. അപ്പൊ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്ന് പറയുന്ന ആ ഒരു സ്വരൂപം എന്ന് പറയുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ തത്വം. അപ്പൊ ഇച്ഛ ഉണ്ടായാൽ മാത്രം പോരാ, ക്രിയ ഉണ്ടായാലേ ജ്ഞാനം ലഭിക്കുള്ളൂ എന്നതുകൊണ്ടാണ് ദേവസേന ഉള്ളപ്പോൾ വീണ്ടും വള്ളി തിരുമണം വരാൻ കാര്യം. അതാണ് കാര്യം. അല്ലാതെ ഒരു ഭാര്യ ഉള്ളപ്പോൾ വേറൊരു ഭാര്യ ആ ഒരു അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. ജ്ഞാനം എന്നുള്ളതാണ് സുബ്രഹ്മണ്യ സ്വാമി. ഈ മൂന്ന് ശക്തികളും ഈശ്വരനും ജീവനിലും ഉണ്ട്. അതെല്ലാം ദേവീ സ്വരൂപം തന്നെയാണ്. കാരണം ബ്രഹ്മം ഒന്നല്ലേ ഉള്ളൂ. പല രൂപത്തിൽ നമ്മൾ ആരാധിക്കാൻ വേണ്ടി സങ്കല്പിച്ച് തന്നതാണ് ഈ രൂപങ്ങളെല്ലാം. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞത് ദേവിയുടെ ബ്രഹ്മത്തിന്റെ അംശം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ് സുബ്രഹ്മണ്യനായിട്ട് വരുന്നത്. സർവാധാരായ നമഃ. എല്ലാത്തിനും ആധാരമായ ദേവിക്ക് നമസ്കാരം. എല്ലാത്തിനും ആധാരം, സപ്പോർട്ട് ഈശ്വരന്റെ സപ്പോർട്ടാണ് എല്ലാത്തിനും താല്പര്യം. സുപ്രതിഷ്ഠായ നമഃ. സുപ്രതിഷ്ഠയായ ദേവിക്ക് നമസ്കാരം. സുപ്രതിഷ്ഠ എന്നാൽ ശോഭനമായ നിലനിൽപ്പുള്ളവൾ എന്നർത്ഥം. പ്രപഞ്ചത്തിൽ നല്ല പ്രതിഷ്ഠയോട് ഉറപ്പോടെ. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അനങ്ങില്ല, അല്ലേ? ഉറപ്പ് എന്നർത്ഥം. ഉറപ്പ് എന്നർത്ഥം. അപ്പോൾ മനുഷ്യന്റെ മനസ്സിനുള്ളിൽ ആ ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ് ഉറച്ച വിശ്വാസമായി വരണം. മനോരൂപേക്ഷ കോതണ്ട പഞ്ചത്തന്മാർ സഹായിക്കാറുണ്ട്. ആ ഉറച്ച മനസ്സ്, ഈശ്വര വിശ്വാസത്തിൽ ഉറച്ച മനസ്സ് അതുണ്ടെങ്കിൽ മാത്രമേ 5 ഇന്ദ്രിയങ്ങളും അടങ്ങി അവന് ബ്രഹ്മത്തിലോട്ട് നയിക്കാൻ സാധിക്കുള്ളൂ. അതാണ് സുപ്രതിഷ്ഠായ നമഃ. സദസദ്രൂപധാരിണ്യ നമഃ. സത്തായും അസത്തായുമുള്ള രൂപങ്ങൾ ധരിക്കുന്ന ദേവിക്ക് നമസ്കാരം. ധരിക്കുക എന്നാൽ കൈക്കൊള്ളുക എന്നർത്ഥം. സത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അസത്ത് എന്ന് പറഞ്ഞാൽ ജഗം. അതാ പറഞ്ഞ എല്ലാത്തിനും നമ്മൾ സാധാരണ ലിറ്ററൽ മീനിങ് എടുക്കുക. അസത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അസത്യം സാധാരണ അല്ലേ ദേഷ്യം കൊണ്ട് പറയുന്ന വാക്കാണ്. ഇതെന്തുകൊണ്ട് അസത്തായി? സത്ത് എന്ന് പറഞ്ഞാൽ സത്ത് ഉള്ളത്, അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. ഈ ജഗത്ത് ഇല്ലാത്തതാണ്. അതെങ്ങനെ ഇല്ലാത്തതാവും? കണ്ണുകൊണ്ട് കാണുന്നില്ലേ? ഞാൻ സംസാരിക്കണം, നിങ്ങൾ കേൾക്കുന്നു, ഇവിടെ എത്രയും പേര് ഇരിക്കുന്നു. ഇതില്ലാന്ന് എങ്ങനെയാകും?
ഇതെല്ലാം ഇല്ലാത്തത് ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു. കാരണം എന്താ? അതാണ് മായ. മഹാമായ പ്രഭാവേണ സംസാര സ്ഥിതികാരിണ. ഇത് മായയുടെ പ്രഭാവം കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നല്ലാതെ ഇത് വാസ്തവത്തിൽ മിഥ്യ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇത് അസത്ത്. സത്ത് എന്ന് പറയുന്നത് ബ്രഹ്മം. അപ്പൊ സത്തായിരിക്കുന്നതും ദേവി തന്നെ, ഈ അസത്തായി പ്രപഞ്ച രൂപത്തിൽ ഇരിക്കുന്നതും ദേവി തന്നെ. കാരണം ഈശ്വര സർവഭൂതാനാം കൃഷേയ അഭ്യുന്ന തിട്ടതി എന്ന് പറയുമ്പോൾ ആ ഈശ്വരന്റെ അംശമല്ലേ എല്ലാ ജീവനായിട്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വിവിധാകാരായ നമ, പലവിധമായ രൂപത്തോട് കൂടിയവൾ എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ആ ജീവനായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് അസത്തും ദേവി തന്നെ, സത്തും അസത്തും ദേവി തന്നെ. സത്സദ്രൂപധാരണ്യ നമ. അഷ്ടമൂർത്തിയെ നമ. 8 അംഗമുള്ള മൂർത്തിയോട് കൂടിയ ദേവിക്ക് നമസ്കാരം. 8 അംഗത്തിന് ലക്ഷ്മി, മേധ, ധര, കുട്ടി, ഗൗരി, തുട്ടി, പ്രഭ, ധൃതി എന്ന 8 ദേവി രൂപങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. തത്വപരമായി பார்த்தாൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അതാണ് 8 പ്രകൃതി. ഭൂമിരാപോ നലോ വായു കമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതിങ്ങമ്മേ ഭിന്ന പ്രകൃതി രക്തത എന്നാണ് പറയുന്നത്. പ്രകൃതി തത്വം എന്ന് പറയുന്നത് 8 തത്വങ്ങളാണ്. ഭൂമി നമുക്കറിയാം, ജലം, അഗ്നി, വായു, ആകാശം, പഞ്ചഭൂതങ്ങൾ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം. അത് ഈശ്വര വിചാരത്തിന് മുമ്പിൽ ഞാൻ ഈശ്വരന് വേറെ, ഈശ്വരൻ വേറെ ഇല്ല, ഞാൻ ഈശ്വരനെ ഭരിക്കുന്നു, അങ്ങനെ ആ അഹങ്കാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനാണ് വലുത് എന്നുള്ള അഹങ്കാരമല്ല ഉദ്ദേശിക്കുന്നത്. അഹങ്കാരം ഈ 8 മൂർത്തി സ്വരൂപം. 8 മൂർത്തി സ്വരൂപമായിരിക്കുന്നവൾ ദേവി. അജാജയിത്രീ നമഃ. അവിദ്യയെ ജയിക്കുന്ന ദേവിക്ക് നമസ്കാരം. അവിദ്യക്ക് ആദി ഇല്ലാത്തത് കൊണ്ട് അതിനെ അജാ എന്ന് പറയുന്നു. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യയില്ലാത്ത അവസ്ഥയ്ക്ക് അവിദ്യ എന്ന് പറയും. ഇരുട്ട് എന്നൊന്നുമില്ല, വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്ക് ഇരുട്ട് എന്ന് പറയും. കാരണം വെളിച്ചം വരണമെങ്കിൽ നമ്മൾ അതിന് ഒരുപാട് പ്രയത്നിക്കണം. പക്ഷേ ഇരുട്ടിനെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അത് വരുന്നതും അറിയില്ല, പോകുന്നതും അറിയില്ല. കാരണം അങ്ങനെ ഒന്നില്ല. അതുപോലെ അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ അല്ലാത്തതെല്ലാം അവിദ്യ. എന്താണ് വിദ്യ? സത്യമായ വസ്തു എന്തെന്നുള്ള ഉണർവ് വിദ്യ. സത്യമായ വസ്തു എവിടെ പോയാലും ചുറ്റിപ്പറ്റി അവിടെ തന്നെ നമ്മൾ നിൽക്കണം. കാരണം അതൊന്നേ ഉള്ളൂ സത്യം, ബാക്കിയെല്ലാം വിദ്യ. അതുകൊണ്ട് അജാജയിത്രീ നമഃ. ലോകയാത്ര വിധായിന്യേ നമഃ. ലോകഗതിയെ നിയന്ത്രിക്കുന്നവൾ ദേവി. ഭക്തരുടെ ലോകയാത്രയും ദേവി നിയന്ത്രിക്കുന്നു, സുഖമാക്കുന്നു. ലോകയാത്ര എന്ന് പറഞ്ഞാൽ എന്താ? ലൗകികത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ആ കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളും കാര്യങ്ങളും അതിലിരുന്നു കൊണ്ട് തന്നെ ഈശ്വര വിചാരത്തിൽ നമുക്ക് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് കൊണ്ടുപോകാം. മോക്ഷം എന്ന് ലഭിക്കണമെങ്കിൽ കുറച്ചായിട്ട് ഇതിന് അറ്റാച്ച് ആവണം. അത്രയേ ഉള്ളൂ. കാരണം എന്താ? മോഹം ക്ഷയിച്ചാലേ മോക്ഷം കിട്ടും. ലൗകികത്തിൽ ഇരുന്നു കൊണ്ട് മോക്ഷം വേണം എന്ന് പറഞ്ഞാൽ മോഹം ക്ഷയിക്കണം. ആ മോഹം ആർക്ക് ക്ഷയിക്കുമോ അവർക്ക് മോക്ഷം ലഭിക്കും. പക്ഷേ ആ ലോകയാത്ര വിധായിനി നമഃ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ നേർവഴിക്ക് നയിച്ച് എല്ലാം ചെയ്യിക്കുന്നത് ദേവി ആയതുകൊണ്ട് ലോകയാത്ര വിധായിനി നമഃ. ഏകാകിന്യേ നമഃ. ഏകയായ ദേവിക്ക് നമസ്കാരം. സ്വതന്ത്രമായി സ്ഥിരമായി വേറൊരു വസ്തു ഇല്ലാത്തതിനാലും അദ്വയ വസ്തുവായതിനാലും ദേവി ഏകയായിരിക്കുന്നു. ഏക എന്ന് പറഞ്ഞാൽ ഒന്ന്. അത് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ദ്വൈതഭാവമാണ്. 2 എന്നില്ല, ഒന്നേ ഉള്ളൂ. അത് ബ്രഹ്മം. അത് ലളിതാ സഹസ്രനാമമായതുകൊണ്ട് ആ ബ്രഹ്മത്തെ ദേവി എന്ന് നമ്മൾ പറയുന്നു. അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ അതിന് നിറമില്ല, മണമില്ല, രൂപമില്ല. സന്ദൃശേത രൂപമസ്യ ന ചക്ഷുഷാ പശ്യതി കശ്ചനൈനം വേദത്തിൽ പറയുന്ന പോലെ. ഭൂമരൂപായ നമഃ. അനന്ത വസ്തുവായ ദേവിക്ക് നമസ്കാരം. ഭൂമാവ എന്ന് പറഞ്ഞാൽ അപരിമിതം, ആനന്ദദായകം മാത്രമാണ്. കാരണം എന്താ? ഒരു പരിമിതി ഇല്ലാത്തതാണ് ഈശ്വര സ്വരൂപം. ഇന്ന സ്ഥലത്തെ അവൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത്രയേ ഉള്ളൂ, ഇന്ന ആൾക്ക് അനുഗ്രഹമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ എന്നൊന്നും അങ്ങനെ ഒന്നുമില്ല. ബാക്കി എല്ലാത്തിനും ഇതിലിപ്പോൾ ചാർജ് ചെയ്തിരുന്നാൽ തീരും, ഇത്രയേ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷെ അത് അങ്ങനെയല്ല. എത്ര പേര് വന്നാലും എവിടെ ഇരുന്നാലും അനുഗ്രഹം ചെയ്യുന്നതാണ്. പരിധിക്കെല്ലാം അതീതമായത് ഈശ്വര സ്വരൂപം നടത്താം. നിർദ്വൈതായ നമഃ. ദ്വൈതമില്ലാത്ത ദേവിക്ക് നമസ്കാരം. ദ്വൈതം എന്നാൽ 2 എന്നർത്ഥം. ഹിന്ദുമതത്തിന്റെ കാതലായ തത്വം തന്നെ അദ്വൈത സിദ്ധാന്തമാണ്. അതുകൊണ്ട് ദ്വൈതമില്ല, 2 എന്നൊന്നും ഇല്ല. 2 എന്നൊന്നും ഇല്ലാത്തത് മാത്രമല്ല, ദ്വൈതവർജിതായ നമഃ. അതാണ് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ദ്വൈതഭാവത്തെ
ഇല്ലാതാക്കുന്ന വഴി. അത് ആളൊക്കെ സഡൻ ഉടനെ ഒന്നും കിട്ടത്തില്ല, കാലങ്ങളെടുക്കും. എത്രത്തോളം ഭജനം ചെയ്യുന്നു, എത്രത്തോളം ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു, എത്രത്തോളം ഈശ്വരാരാധന ചെയ്യുന്നു, അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു ഇതാകുമ്പോൾ ഞാൻ വേറെ ഈശ്വരൻ വേറെ ഇല്ല എന്നുള്ള ഒരു തോന്നൽ ആദ്യം വരും. കാരണം അടുക്കും തോറും ആദ്യം സാമീപ്യം, അല്ലെ, വെരി നിയർ ടു ദി ഗാഡ്. ആ സാമീപ്യം വരുമ്പോൾ എന്താണ്, ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള തോന്നൽ വരുമ്പോൾ സാരൂപ്യം, നമ്മളും ഈശ്വരന്റെ സ്വരൂപം തന്നെ എന്നുള്ള വിചാരം വരും. ആ സാരൂപ്യം വരുമ്പോൾ സാലോക്യം, എപ്പോഴും ഈശ്വരന്റെ കൂടെ ജീവിക്കുന്ന പോലെ ഒരു തോന്നൽ വരും. ആ ലോകത്ത് ജീവിക്കുന്ന സാലോക്യം, അത് വന്നു കഴിഞ്ഞാൽ സായുജ്യം, മോക്ഷം. അപ്പോൾ സാമീപ്യം, സാരൂപ്യം, സാലോക്യം, സായുജ്യം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നാൾപ്പട മാത്രമേ വരികയുള്ളൂ. അപ്പോ നമ്മുടെ മനസ്സിൽ ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള അദ്വൈതഭാവം നീങ്ങി ഞാൻ തന്നെ അഹം ബ്രഹ്മാസ്മി ബ്രഹ്മൈവ സത്യം ഹംസ സ്വഹം ഹംസഹ, ഇതെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. ശിവോഹം ശിവോഹം ശിവോഹം, ശിവന്റെ സ്തോത്രം ധാരാളം. അഹം ശിവം അഹം ശിവം അഹം ശിവം. ആ നിർമ്മാണ ക്ഷേത്രത്തെ പറഞ്ഞാൽ ഞാൻ ബന്ധുവല്ല, എനിക്ക് അച്ഛനില്ല അമ്മയില്ല ആരുമില്ല എന്ന് പറയും. ഞാൻ ആരാ? ഞാൻ അഹം കേവലം ശിവം ശിവം ശിവം. അതുപോലെ എല്ലാം പോയി ബ്രഹ്മം തന്നെ ഞാൻ എന്നുള്ള ഉണർവ് വരുമ്പോ ദ്വൈതഭാവം നീങ്ങുന്നു. അങ്ങനെ ദ്വൈതഭാവം ഇല്ലാത്തവൾ ദേവി, നമ്മുടെ ഉള്ളിലുള്ള ദ്വൈതഭാവത്തെ ഇല്ലാതാക്കുന്നവൾ ദേവി. അന്നദായി നമഃ, ആഹാരം നൽകുന്നവൾ ദേവി. കാശിയിൽ അന്നപൂർണേശ്വരി എന്ന് തന്നെ ഉണ്ട്. അന്നദാനം, അതാണ് ഇവിടെയും ഇപ്പോ പ്രതിഷ്ഠാ ദിനത്തിൽ അന്നദാനം എഴുതിയിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം അന്നദാനം. കാരണം എന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്ത് കൊടുത്താലും മതി എന്ന് ഒരാളെ കൊണ്ട് പറയിക്കാൻ പ്രയാസമാണ്. എത്ര കൊടുത്താലും 10 മുട്ടി 100 മതിയെന്ന്, ശതമാനം സഹസ്രം മതിയെന്ന്, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആകിലും ആശ്ചര്യം എന്നതെന്ന് പറഞ്ഞ പോലെ. പക്ഷെ ആഹാരത്തിന്റെ കാര്യത്തിൽ മാത്രം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ കഴിക്കാം, എത്ര കഴിക്കാം, ഫ്രീ ആയിട്ട് കിട്ടുന്നിരിക്കും, എത്ര കഴിക്കാം, ഒരു പരിധി വരെ. പിന്നെ കയ്യിൽ തൊഴും. രണ്ടാമത് വളരെ പുണ്യകർമ്മമായ ഒന്നാണ് അന്നദാനം. ആ അന്നത്തെ കൊടുക്കുന്നവൾ ദേവി. നമ്മളിവിടെ ലളിതാ സഹസ്രനാമത്തിൽ തത്വപരമായി നോക്കുമ്പോൾ അന്നം എന്ന് പറഞ്ഞാൽ ഈ കഴിക്കുന്ന ആഹാരം മാത്രമാണ്. അത് വയറിനുണ്ട്, എല്ലാത്തിനും അന്നമുണ്ട്. കണ്ണിന് നല്ല അന്നം എന്താണ്? നല്ല ദൃശ്യം, അല്ലേ? അലങ്കാര സ്വരൂപം, ആ ദീപാരാധന, ഈശ്വര സ്വരൂപം. പുണ്യക്ഷേത്രങ്ങൾ പോകുമ്പോൾ അവിടെ കാണുന്നത്, പുണ്യ നദികൾ കാണുന്നത്, ഇതിലെ എന്തെല്ലാം കണ്ണിന് ന്യായമായ ആനന്ദത്തെ തരുന്നുവോ, ഈശ്വര വിചാരത്തോടെ ഇരിക്കുമ്പോൾ. അതും കൂടി പറയണം. സിനിമ കണ്ടപ്പോഴും കണ്ണിന് ആനന്ദം കിട്ടും, സീരിയൽ കാണുമ്പോഴും കിട്ടും. പക്ഷെ അതെല്ലാം അത് കണ്ണിന് അന്നം തന്നെ, ലൗകികത്തിന്. ആത്മീയത്തിലല്ല അത് പറയുന്നത്. ആത്മീയത്തിൽ അന്നം എന്ന് പറഞ്ഞാൽ കഴിക്കുന്നത് മാത്രമല്ല, കണ്ണിന് നല്ല ദൃശ്യം, കാതിന് നല്ല വിഷയങ്ങൾ, നല്ല വിഷയങ്ങളാണ്. ഇന്നുകൊണ്ടുള്ള പഴയ വിഷുവൊക്കെ വരും, കളി കാണും നേരം എന്ന് പറഞ്ഞ എല്ലാ വാട്സാപ്പിൽ അയച്ചു തരും. എത്ര വർഷമായി ആ പാട്ട് കേട്ടു, എന്നാൽ ഇപ്പോഴും കേൾക്കുമ്പോഴും ആനന്ദം തന്നെയാണ്. രാമായണമാകട്ടെ, ഭാഗവതമാകട്ടെ, ഭഗവത്ഗീതയാകട്ടെ, എത്രയോ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. ഓരോ പ്രാവശ്യം വായിക്കും തോറും അത് പുതിയതായി തന്നെ തോന്നുന്നു. കാരണം എന്താ? സത്തായ വസ്തുവാണ്. അത് കാതിന് അന്നം, മൂക്കിന് നല്ല നറുമണം, അതാ നല്ല പുഷ്പത്തിന്റെ സൗരഭ്യം, നല്ല വാസനാദ്രവ്യങ്ങളുടെ സൗരഭ്യം, ഇതെല്ലാം മൂക്കിനാണ്. ഇങ്ങനെ ഓരോ അംഗങ്ങൾക്കും അതിനനുഭവിക്കുന്ന ആള് ഉണ്ടെന്നാണ്. അതെല്ലാം കൊടുക്കുന്നവൾ ദേവി, അന്നപൂർണേശ്വരി. വസുദായനും, വസു എന്ന് പറഞ്ഞാൽ ധനം, ധനം നൽകുന്നവൾ ദേവി, രത്നം നൽകുന്നവൾ ദേവി. നല്ല അർത്ഥമുണ്ട്. ലൗകികമായി നോക്കിയാൽ നമുക്ക് ധനം ആവശ്യമാണ്. കാരണം പണമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ശരി തന്നെ പണമുണ്ടെങ്കിലേ പറ്റൂ. ലളിതാ സഹസ്രനാമ വ്യാഖ്യാനം കേൾക്കാൻ പോവുകയാണ്, പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞാൽ ആട്ടോ വെറുതെ കൊണ്ടുവിടുവോ? പൈസ കൊടുത്താലേ വിടൂ. ധനം ആവശ്യമാണ്. നമുക്ക് വേണ്ടത് ആത്മീയമായ അർത്ഥം. ധനം എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യയാണ് ധനം. കാരണം എന്താന്ന് പറഞ്ഞാൽ മറ്റ് ധനമെല്ലാം ധാരാളം സമ്പാദിക്കാൻ ചെലവാക്കുകയും ചെയ്യാം. ധനം സമ്പാദിച്ചാൽ മാത്രം പോരാ. ലക്ഷ്മി ദേവിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പുരാണങ്ങളിലൊക്കെ ധാരാളം അനുഗ്രഹം ചെയ്യും. പണം വരുന്നത് അത്രയും പൂഴ്ത്തി വെച്ചാൽ അത് ലക്ഷ്മി ദേവി
അപമാനിക്കുന്ന മാതിരിയാണ്. പിന്നെ നിൽക്കില്ല ഒരിക്കലെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് കിട്ടിയതെല്ലാം ചെലവാക്കാം എന്ന് പറഞ്ഞാൽ അത്രയും ചെലവാക്കി കഴിഞ്ഞാൽ അലക്ഷ്യപ്പെടുത്തുന്ന പോലെ അപ്പവും ലക്ഷ്മി കടാക്ഷം പൂർണ്ണമായിട്ട്. അപ്പോൾ ഒരു ആവശ്യത്തിന് മാത്രം വെച്ചിട്ട് ബാക്കി നമ്മൾ ചെലവാക്കും. 50% നമ്മുടെ ചെലവിന് വേണ്ടി, 25% ഭാവിയിലേക്ക് വേണ്ടി, 25% സത്കർമ്മങ്ങൾക്ക് വേണ്ടി ചെലവാക്കും. ഇതാണ് ന്യായമായിട്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. 25% ന്യായമായി, 50% നമുക്ക് വേണം. അത് നിർത്തണം, എങ്കിലേ ബാക്കി രണ്ടും കിട്ടും. അങ്ങനെ ചെയ്താൽ ഈ 100 എന്നുള്ളത് വന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും അത് മാറില്ല. ഇവിടെ ധനം ഉദ്ദേശിക്കുന്നത് വിദ്യാധനത്തെ കൂടിയാണ്. വിദ്യാധനം കൊണ്ടുപോകില്ല ചോഴന്മാർ, കൊടുക്കുന്നത് നേരിടും. മേന്മ നൽകും ഭരിച്ചാലും വിദ്യ തന്നെ മഹാധനം. മറ്റു ധനമെല്ലാം കൊടുക്കുന്തോറും കുറഞ്ഞു വരും, വിദ്യ മാത്രം കൊടുക്കുന്തോറും വർദ്ധിച്ചു വരും. വിദ്യാധനം സർവധനാപ്രധാനം. ആ ധനത്തെ കൊടുക്കുന്നവൾ ദേവി, അതാണ് വസുധായേന. അഷ്ടൈശ്വര്യങ്ങൾ നൽകുന്നവളെന്നും അർത്ഥം. വൃദ്ധായേന മഹാ, വൃദ്ധ എന്ന് പറഞ്ഞാൽ വയസ്സായതെന്ന് അർത്ഥം അല്ലേ? ഈ വയസ്സായത് മാത്രം എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ, അനുഭവപൂർവമായി ഉള്ളതെന്ന് അർത്ഥം. അതിപുരാതനം എന്നുകൊണ്ട് തുടങ്ങി നടന്നൂടാ, എത്ര നാളിരിക്കുന്നു അറിഞ്ഞൂടാ, അനാദി എന്നർത്ഥം. ലോകത്തിന്റെ ആദികാരനായ ദേവി ആയതുകൊണ്ട് അതിപുരാതനയും എക്കാലത്തുമുള്ളവളുമാണ്. അതുകൊണ്ട് വൃദ്ധായേന മഹാ. ബ്രഹ്മാത്മൈക്യ സ്വരൂപിണ്യേ മഹാ. ബ്രഹ്മവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തിന് സ്വരൂപമായ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തിന് എന്ന് പറഞ്ഞാൽ 26ാം തത്വമായ ബ്രഹ്മം, സാധാരണ ജീവൻ, അതിനെ 25ാം തത്വമായ വിഗ്രഹാരാധനയിലൂടെ നമ്മൾ ആരാധിച്ച് അതിന് മനസ്സിൽ ആ ധ്യാനിച്ച് കൊണ്ടുവന്ന് ബ്രഹ്മസ്വരൂപമാണെന്ന് തോന്നൽ വന്ന് ആ ആത്മാവ് ബ്രഹ്മത്തോടെ ലയിക്കും. അതാണ് മോക്ഷം. അത് എല്ലാവർക്കും കിട്ടും, ആരും പേടിക്കണ്ട. ഒരു ജീവന് 84 ലക്ഷം പ്രാവശ്യം ജനിക്കുമെന്നാണ് കണക്ക്. അത് 70 ലക്ഷം ചെടികൾ, കൊടികൾ, മരങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ. നമ്മുടെ ചിലപ്പോൾ ഇതുപോലെ പല്ലി പാറ്റയായിട്ട് ആയിരിക്കാം. 5 ലക്ഷം ഈശ്വര തുല്യമായ പ്രവികൾ. സ്വാമി വിവേകാനന്ദ, ജഗദ്ഗുരു ആദിശങ്കർ, രമണ മഹർഷി. ഇതുപോലെ 1-2 എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ധാരാളം ഉണ്ട് ഈശ്വര തുല്യമായ പ്രവികൾ. ബാക്കി 9 ലക്ഷം മനുഷ്യർ. പാപം മട്ടും ചെയ്താൽ ചെടികൾ, കുടികൾ, മരങ്ങൾ, മൃഗങ്ങൾ. പുണ്യം മാത്രം ചെയ്താൽ ഈശ്വര തുല്യമായ പ്രവികൾ. പാപപുണ്യ മിശ്രിതമായത് മനുഷ്യപ്രവി. പാപപുണ്യ മിശ്രിതമായത് മനുഷ്യപ്രവി എന്ന് പറഞ്ഞാൽ നമ്മൾ പാപവും ചെയ്തിട്ടുണ്ട്, പുണ്യവും ചെയ്തിട്ടുണ്ട്. അത് പുണ്യത്തിന്റെ അളവ് കൂടിയാലും നമ്മളെ പോലുള്ള മനുഷ്യജന്മം ഉണ്ടാകും. മുഖസ്തുതിയല്ല. കാരണം എന്താ? ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും അത് മനസ്സിലാക്കാനുമുള്ള സൗകര്യം എല്ലാം വേണമല്ലോ. സൗകര്യവും വേണം, ആരോഗ്യവും വേണം, അവസരവും വേണം. എല്ലാത്തിനും പുറമെ മനസ്സും വേണം. എങ്കിലേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതെല്ലാം കിട്ടുന്നത് പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ടാണ്. അതാണ് താല്പര്യം. അതുകൊണ്ട് ആ ജീവൻ 84 ലക്ഷം പ്രാവശ്യം കഴിഞ്ഞാൽ ബ്രഹ്മത്തോട് ചേർന്നേ പറ്റൂ. എങ്ങനെ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് വന്ന് പ്രോഗ്രാം വേണ്ടി തിരിച്ച് വീട്ടിൽ പോകുന്നു, അതേപോലെ ആ ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് ജീവൻ. അതെടുത്ത് വീണ്ടും പോയേ പറ്റൂ. അതാണ് മോക്ഷം. മോക്ഷം തീർച്ചയായിട്ടും കിട്ടി, യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്കൊരു തോന്നൽ വരും, പിന്നെ എന്തിനാ നമ്മൾ ഈ പാടുപെടുന്നത്? ഏകാദശി വ്രതം, ദ്വാദശി കാരണം, ശിവരാത്രി, ഒഴിപ്പ്, പട്ടിണി, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് ചോദിച്ചാൽ ആ ഡ്യൂറേഷൻ കുറയും. ഒരു ചെടിയായിട്ട് ജനിക്കണമെങ്കിലും ഒരു തുളസിയായിട്ടോ അല്ലെങ്കിൽ ഒരു തൊട്ടാവാടിയായിട്ടോ ജനിക്കും. ആരെങ്കിലും നടക്കുമ്പോൾ ചവിട്ടും അതോടെ തീരും. അല്ലെങ്കിൽ തുളസിയിൽ എത്ര ദിവസം നിൽക്കും? കുറച്ചു ദിവസം. ഒന്നി വാടിക്കും, അല്ലെങ്കിൽ ആളുകൾ അതിനെ എടുക്കും. പെട്ടെന്ന് തീരും. ആ ഡ്യൂറേഷൻ കുറയ്ക്കും പുണ്യകർമ്മങ്ങൾ ചെയ്താൽ. ഇങ്ങനെ ജീവൻ ബ്രഹ്മത്തോട് ഐക്യമാകുന്നതിന് കാരണമായിരിക്കുന്ന, ഉപാധിയായിരിക്കുന്നവൾ ദേവിയായതുകൊണ്ട് ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി, ബ്രഹ്മമായി ആത്മാവിന് ഐക്യം കൊടുക്കുന്നവൾ ദേവി. ബൃഹത്യരമ, അത്യന്ത മഹത്വമുള്ളവൾ ദേവിക്ക് നമസ്കാരം. ദേവിയുടെ പ്രഭാവത്തിന് ഒരു അതിരേ ഇല്ല. ബ്രാഹ്മണ്യേന മഹാ, ശിവപത്നിയായ ദേവിക്ക് നമസ്കാരം. ബ്രാഹ്മ്യേന മഹാ, ബ്രഹ്മശക്തിയായ ദേവിക്ക് നമസ്കാരം. വാക്കെന്ന് അർത്ഥം. ബ്രഹ്മാനന്ദായ മഹാ, ബ്രഹ്മാനന്ദ സ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. എന്താണ് ബ്രഹ്മാനന്ദം? ശിവബ്രഹ്മൈക്യം, അത്രയേ ഉള്ളൂ.
അത് മാത്രമാണ് നിരന്തരമായിട്ടുള്ള ആനന്ദം. ബാക്കിയെല്ലാം ടെമ്പററി നേച്ചറാണ്. ബാക്കി കിട്ടുന്ന സുഖങ്ങളെല്ലാം ടെമ്പററി നേച്ചറാണ്. അത് മാത്രമല്ല എല്ലാ സുഖത്തിന്റെയും കൂടെ ദുഃഖമും. സുഖം വന്നെങ്കിൽ ദുഃഖം, സുഖം ദുഃഖം, കയറ്റം ഇറക്കം, ലാഭം നഷ്ടം, ലാഭം പകൽ, ഇതെല്ലാം ദ്വന്ദ്ങ്ങൾ. ഒരു നാണയത്തിന്റെ വശങ്ങളുമായി ദ്വന്ദ്ങ്ങൾ. ഒന്ന് മാത്രമായിട്ട് ഒരിടത്തും ഉണ്ടാവില്ല. ഒന്ന് മാത്രമായിട്ട് ഒരേ വരുന്നേ ഉള്ളൂ. അത് ഈശ്വര ഭജനത്തിൽ കിട്ടുന്ന ആനന്ദം. അതുകൊണ്ട് ഈശ്വരനെ ഭജിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ദൂഷ്യവും ഉണ്ടാവുകയില്ല. കടവുളെ നമ്പിനാൽ കൈവിടപ്പെടാവുന്ന സമയം പരമാനന്ദം അതാണ് കേൾക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ എന്നും വരുന്നത്. എത്രയോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞു, എന്നാലും എന്നും വരുന്നത് എന്തുകൊണ്ട്? അത് കാണുന്തോറും ആ ആനന്ദം നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ബ്രഹ്മാനന്ദ സ്വരൂപിണിയെ നമഃ. ബലിപ്രിയായേ നമഃ. ബലവാന്മാരിൽ പ്രിയമുള്ളവൾ ബലി. ബലിപ്രിയായ എന്ന് പറഞ്ഞതുകൊണ്ട് ആടിനെയും കോഴിയും കോഴിയും പശുവിനെയൊക്കെ വെട്ടുന്നതായിട്ട് തോളുമാർഗ സിദ്ധാന്തത്തിലുള്ളതാണ്. അതില്ല. ഒരു ജീവനെ ഹരിച്ചിട്ട് ഒരു പുണ്യം കിട്ടുന്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് ആളുകൾ അവസാനം തെറ്റായി ധരിച്ചതാണ്. മന്യു വന്യു പശു എന്നാണ് വേദം. പശുവിനെ കൊല്ലണം എന്ന് പറഞ്ഞതുകൊണ്ട് നാലുകാൽ പ്രാണിയെ വെട്ടി എന്നിട്ട് അതിന് മോക്ഷം കിട്ടും. ഈ മോക്ഷത്തിന് വേണ്ടി യാഗം ചെയ്യുന്നത് അല്ലെ പശുവിനെ വെട്ടുന്നത് സ്വന്തം കഴുത്തന്നെ വെട്ടിയാൽ പോലെ. ഒരു ജീവനെ വെട്ടി അതിന് ബലി കൊടുത്താൽ നമുക്ക് മോക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ വെട്ടിയാൽ പോലെ. മോക്ഷമല്ലേ വേണ്ടത്. ആ പാവപ്പെട്ട ജീവിയെ അതുകൊണ്ട് അതിനോട് പെർമിഷൻ വാങ്ങിയിട്ടാണ് ചെയ്യണത്. നമ്മുടെ മുഖത്ത് വെള്ളം നിറച്ചാൽ നമ്മൾ ഉടനെ ഇങ്ങനെ ആട്ടുകയും ചെയ്യും. മസിൽ പിടിച്ച് ആരും ഇരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുഖത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ അതിങ്ങനെ തലയാട്ടും. സമ്മതിച്ചു അങ്ങനെ വെട്ടി. ഇങ്ങനെയാണ് ഒരു ഇത് പറയുന്നത്. ഇതൊന്നും ശരിയായ ഈശ്വരാരാധനയിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു ദേവിയും അത് അംഗീകരിക്കുകയില്ല. കാരണം എന്താ? ആടിന്റെയും പശുവിന്റെയും ഉള്ളത് മഹാശക്തി കുണ്ടലിനി ഈശ്വര സർവബോധാനം ഇതെല്ലാം പശുവിന്റെ എക്സംഷനാണ്. എല്ലാത്തിനും ഉള്ളത് തന്നെ. അപ്പൊ അതിന് ബലി കൊടുക്കാന്നല്ല. ബലി എന്തിനാ പറഞ്ഞത്? മന്യു പശു, കോപമാകുന്ന പശുവിനെ ബലി കൊടുക്കണം. നമ്മുടെ ഉള്ളിലുള്ള കോപം, ക്രോധം, ആ ക്രോധമാകുന്ന പശുവിനെ ബലി കൊടുക്കാനാണ് ഭയനം പറയുന്നത്. ഇവരുടനെ പശു എന്ന് കേട്ടാൽ ഉടനെ അവരുടെ ബലിപ്രിയായ നമഃ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള അഹന്ത അതിനെ ബലി കൊടുക്കും. ആരുടെ മനസ്സിൽ നിന്നാണോ ആ ഞാൻ എന്നുള്ള അഹന്ത ഇല്ലാതാവുന്നത് അവരിൽ പ്രിയമുള്ളവർ എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ഈശ്വര കടാക്ഷം പരിപൂർണമായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ എന്നുള്ള വിചാരം ഉള്ളതുവരെ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് എത്രയോ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നു. ഒരു കൈ കൊണ്ട് തന്റെ മടിക്കുത്ത് പിടിച്ചിട്ടാണ് വിളിക്കുന്നത്. ഭഗവാൻ പ്രതിഷ്ഠപ്പെട്ടില്ല. അവസാനം രണ്ട് കൈ മോളെ നോക്കിയപ്പോ ഇത്രയും നേരം വിളിച്ചിട്ട് എന്താ വരാൻ? ഇപ്പോഴല്ലേ എന്നെ വിളിച്ചു. ഇത്രയും നേരം എന്റെ കൈയുണ്ട്. അവരറിയാതെയാണ്, അങ്ങനെ ഉദ്ദേശിച്ചല്ല. എന്നാലും ആ ആക്ഷനിൽ പോലും രണ്ട് കൈയും മുകളിൽ അന്യതാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യ ഭാവേന രക്തരിക്ഷ മഹേശ്വര മഹേശ്വരി വിനായക ഷൺമുഖ എന്ന് വേണമെങ്കിലും പറയാം. ഹിന്ദു മതത്തിൽ പറഞ്ഞിട്ടുള്ള ദൈവങ്ങളെ മാത്രം എടുത്തു പറയും, യാതൊരു സംശയവും. ഈ പുതുതായി വന്നിട്ടുള്ളതൊന്നും നമ്മള് ഈ മന്ത്രത്തിൽ കൊണ്ടുവരും. നമുക്ക് തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ എന്തിനീ അഡീഷൻ? അതെല്ലാം സാധാരണ. ഈ മന്ത്രമൊന്നും അതിലൂടെ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ തൊഴുമ്പോൾ രണ്ട് കൈയും മുകളിൽ കയറ്റിക്കൊള്ളുന്നത്. ഈ ഗ്രീറ്റിംഗ് ഇങ്ങനെയാണ്. ദൈവത്തിനെ കാണുമ്പോൾ രണ്ട് കൈയും ശിരസ്യഞ്ജലിമാതായ കൈകേയാനന്ദവർദ്ധനം വഭാഷേ ഭരതോജ്യേഷ്ടം രാമം സത്യപരാക്രമം. പട്ടാഭിഷേകം തുടങ്ങുന്നത് എങ്ങനെയാണ്? വാൽമീകി രാമായണം. ശിരസ്യഞ്ജലിമാതായ, ശിരസ്സിനുമേൽ കൈകൂപ്പുന്നു. ഭഗവാന്റെ ടോട്ടലി സറണ്ടർ ചെയ്ത് ജീവിക്കുന്ന നമ്മളെക്കാളും വലിയവരെ കാണുമ്പോൾ മൂക്കിൽ കൈവച്ച് തൊഴണം. നമ്മളെക്കാളും ചെറുപ്പമോ സമമായവരുണ്ടോ നെഞ്ചിൽ കൈവച്ച് തൊഴണം. ഇതാണ് ഗ്രീറ്റിംഗ്സ്. 1, 2, 3. അല്ലാതെ ഷേക്കൻഡ് കൊടുക്കുന്നതൊന്നും ഗ്രീറ്റിംഗ് അല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ ശാസ്ത്രത്തിലേ ഉണ്ട്. നമ്മളതെല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിച്ചതായിട്ടാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഈ രണ്ട് കൈയും ഇതിന് കൊടുക്കുന്നത് വാനരാചാരം എന്നാണ് ശാസ്ത്രം. കുരങ്ങുകൾ ചെയ്യുന്ന കാര്യമാണ് ഷേക്കൻഡ് കൊടുക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ലൗകികത്തിൽ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു പോയി. ഇതൊക്കെ ആയാലും ആരെ കണ്ടാലും നമ്മൾ അറിയാണ്ട് കൈന്നിട്ട് അത് നമുക്ക് പരിചയമായിരിക്കും. അത് മാറ്റാൻ പറ്റില്ല. ശിരസ്സഞ്ജലി മാതായ എന്നുള്ളത് നമുക്ക് ശിരസ്സിന് മുകളിൽ കൈവയ്ക്കുന്നത് ആ ഈശ്വരൻ സദാ
ടോട്ടലി സറണ്ടേറ്റഡ് ഡിവിനിറ്റി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം. എനിക്ക് ആരും ശരണമില്ല, നീ മാത്രമാണ് ശരണം. വാസ്തവമല്ലേ അത്? ഈശ്വരൻ മാത്രമാണ് നമുക്ക് എന്നും തുണയ്ക്കുന്നത്. ബാക്കിയെല്ലാം ഒരു പരിധി വരെയുള്ള ബന്ധങ്ങൾ, സ്വന്തങ്ങളെല്ലാം എന്നും നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈശ്വര സ്വരൂപം മാത്രം. അതുകൊണ്ട് ബലിപ്രിയായ നമഃ, ഭാഷാരൂപായ നമഃ. ഭാഷാരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ഭാഷ എന്ന അക്ഷരരൂപിണി, എല്ലാ അക്ഷര സ്വരൂപവും ദേവി സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടാണ് അക്ഷരം എന്ന് പറഞ്ഞത്. ക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കുന്നത്, അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത്, നശിക്കാത്തത്, എന്നുമുള്ളത് ഈശ്വര സ്വരൂപമായതുകൊണ്ടാണ് അക്ഷരം. ബൃഹത്സേനായ നമഃ, വലിയ സൈന്യത്തോട് കൂടിയവൾ ദേവി. വലിയ സൈന്യം എന്തിനാണ്? ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാനുള്ള കഴിവ്, അതാണ് സൈന്യം ഉദ്ദേശിക്കുന്നത്. ഭാവാഭവ വിവർജിതായ നമഃ, ഉൽപ്പത്തി വിനാശങ്ങളൊന്നും ഇല്ലാത്തവൾ. ദേവിക്ക് ഉൽപ്പത്തിയുമില്ല, വിനാശവുമില്ല. പക്ഷേ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്, സംഹരിക്കുന്നതും ഈശ്വരൻ തന്നെയാണ്. ദേവിക്ക് ഉത്ഭവമില്ല, അവസാനവുമില്ല. ഭാവാഭവ വിവർജിതാണ്. സുഖാരാധ്യായ നമഃ, എളുപ്പത്തിൽ ആരാധിക്കാൻ പറ്റുന്നവൾ ദേവി. വളരെ സിമ്പിളാണ് ഈശ്വരാരാധന, വളരെ സിമ്പിളാണ്. നമ്മുടെ വില്വത്തിന്റെ മഹാത്മ്യം പറഞ്ഞില്ലേ? അതിലെന്താ പറയുക? ഏകം ച ബില്വം സലിലം ച കിഞ്ചിത് സമർപ്പിതം ശങ്കരമൂർത്തിഭക്ത്യാ അമന്ത്രകം യേന സമന്ത്രകം വാ സവംശകോട്യാ ശിവലോകമേതി. ഒരുപാട് പണം ചെലവാക്കണം ഒന്നും പറയുന്നില്ല. ഒരേ ഒരു ബില്വം എവിടെയെങ്കിലും മരത്തിൽ നിന്ന് കൊണ്ടുവന്നെടുത്ത് ശങ്കരന്റെ മുഖത്ത് വെക്കുക. ഒരു ഉദ്ധരണി ജലം ഇട്ടാൽ മതി, തൃപ്തിയാവും. പക്ഷെ എങ്ങനെ ചെയ്യണം? സമർപ്പിതം ശങ്കരമൂർത്തിനി ഭക്ത്യാ. ഭക്തി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, വിശ്വാസം. ശരി, പൂജ ചെയ്യാൻ പറയുന്നത് എനിക്ക് മന്ത്രം അറിയില്ല എന്ന് പറഞ്ഞാൽ അമന്ത്രകം ഏന സമന്ത്രകം വാ. മന്ത്രത്തോടെ ചെയ്താലും ശരി, മന്ത്രമില്ലാതെ ചെയ്താലും ശ്രദ്ധയോടെ ചെയ്താൽ നീ മാത്രമല്ല നിന്റെ വംശം മുഴുവൻ മംഗളകരമായ ലോകത്ത് ജീവിക്കും. പറഞ്ഞാൽ എല്ലാ മംഗളവും നിനക്കുണ്ടാകും. ഇല്ല ഈശ്വരാരാധന അത്ര എളുപ്പം. അതുകൊണ്ടാണ് ശിവമാനസ പൂജ പറഞ്ഞത്. മനസ്സുകൊണ്ട് കൊടുക്കാൻ എന്താ പ്രയാസം? പരമേശ്വര, സ്വർണ്ണ പാത്രം രത്നം പതിച്ചത്, അതിൽ ഒറിജിനൽ പശു നേട്ട പായസം നൈവേദിക്കാൻ മനസ്സുകൊണ്ട് എടുക്കും. പറയാമല്ലോ. കാരണം എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചെയ്യുന്നത് മനസ്സറിഞ്ഞ് ചെയ്യണം എന്നാണ് അതിന്റെ താല്പര്യം. ദേവി ആരാധനയും വളരെ എളുപ്പം തന്നെയാണ്. അമ്മേന്ന് വിളിച്ചാൽ മതി. അതല്ലേ പറഞ്ഞ ഭവാനി ത്വംദാസേ ഐതദൃക്യം സകരുണ ഇതി സ്തോതും പാഞ്ചൻ കഥയതി ഭവാനി ത്വം ഇതി യഹ. അമ്മേ, നിങ്ങളുടെ ദാസൻ കരുണാമയമായ ദൃഷ്ടി എന്നിൽ പതിക്കണമേ എന്ന് പറയുന്നത് ഉദ്ദേശമുണ്ട്. മുമ്പിൽ പോയിട്ട് അമ്മേ നിന്നുടേ എന്ന് പറയും മുമ്പേ അനുഗ്രഹം സാധിക്കുന്നു. സുഖാരാധ്യായ, എളുപ്പത്തിൽ ആരാധിക്കാൻ പറ്റുകൾ. അത്യധികം ശാരീരിക ക്ലേശമോ വിധി നിയന്ത്രണങ്ങളോ ഇല്ലാതെ തന്നെ ശുദ്ധ ഹൃദയത്തോടെ ദേവിയെ ഉപാസിക്കാം. ഒരു കണ്ടീഷൻ വേണം, ഹൃദയം ശുദ്ധമായിരിക്കണം. ശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ എന്താണ്? കഴുകി വൃത്തിയാക്കുക എന്നല്ല. പൂർണ്ണ വിശ്വാസത്തോടെ, നിറഞ്ഞ മനസ്സോടെ, പരമസംതൃപ്തിയോടെ ആരാധിക്കണം. ചെയ്താൽ കിട്ടുമോ? ആ സംശയം ഒരിക്കലും വേണ്ട. അത് എപ്പ വരുന്നു അപ്പ തീർന്നു. പിന്നെ അവിടെ ഈശ്വര സാന്നിധ്യത്തിന് സ്ഥലമേ ഇല്ല. ഒറ്റ വിശ്വാസം, ഞാൻ തൊഴുന്ന ദേവി എന്നെ രക്ഷിക്കും, ഞാൻ തൊഴുന്ന ദേവൻ എന്നെ രക്ഷിക്കും. ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ. ആ ബ്രഹ്മത്തെ പുരുഷ രൂപത്തിൽ സങ്കല്പിച്ചാൽ ദേവൻ, സ്ത്രീ രൂപത്തിൽ സങ്കല്പിച്ചാൽ ദേവി. അത്രയുള്ള വ്യത്യാസം. അത് നമ്മുടെ സങ്കല്പത്തിൽ വരുന്ന വ്യത്യാസമാണ്. ബ്രഹ്മം ഒന്നേ ഉള്ളൂ. ദേവൻ എന്ന് പറഞ്ഞാൽ ഏത് ദേവനുമാകാം, ദേവി എന്ന് പറഞ്ഞാൽ ഏത് ദേവിയും ആകാം. സുഖാരാധ്യായ നമഃ, ശുഭകര്യേ നമഃ, എല്ലാവർക്കും മംഗളത്തെ ചെയ്യുന്നവൾ. അതുകൊണ്ടാണ് സർവമംഗളമാംഗല്യേ ശിവേ, സർവമംഗളങ്ങൾക്കും മംഗളമായിരിക്കുന്നവൾ. ശുഭകര്യേ നമഃ, ശോഭനായി സുലഭായ ഗത്യ നമഃ, ശോഭനും സുലഭവുമായ മാർഗമാകുന്ന ദേവിക്ക് നമസ്കാരം. മുക്തി നൽകുന്നവളാണ് ദേവി, അതാണ് ശോഭനം. സുലഭം എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ എളുപ്പമുള്ളവൻ. അനായാസമായ മോക്ഷമാർഗമാണ് ദേവി. ആ ദേവിയെ ഉപാസിച്ച് തന്നെ നമുക്ക് അനായാസമായി മോക്ഷപ്രാപ്തിയിലോട്ട് പോകാം. രാജരാജേശ്വരി നമഃ, രാജരാജേശ്വരിയായ ദേവിക്ക് നമസ്കാരം. എല്ലാ ചക്രവർത്തിമാർക്കും അതുപോലെ ദേവന്മാർക്കും ഈശ്വരിയാണ് ദേവി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതീതമായിരിക്കുന്നത് 26 തത്വമായ ബ്രഹ്മം. അതിനെ വേറെ പദത്തിൽ പറയുന്നതേ ഉള്ളൂ.
രാജ്യദായിന്യേ നമഃ. ഉപാസകന്മാർക്ക് ദേവി രാജ്യത്തെ കൊടുക്കുന്നു. എന്ത് രാജ്യമാണ്? മോക്ഷരാജ്യം, മോക്ഷ സാമ്രാജ്യം, സന്തോഷമായ മനസ്സന്തോഷി, മനസ്സമാധാനം, ആനന്ദം, ഇതെല്ലാമാണ് ദേവി നൽകുന്നത്. അതുകൊണ്ട് രാജ്യദായിന്യേ നമഃ. രാജ്യവല്ലഭായ നമഃ. വൈകുണ്ഠം, കൈലാസം തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രിയമുള്ളവൾ ദേവി. പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈശ്വര വിചാരത്തോട് മാത്രം ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വൈകുണ്ഠം, കൈലാസം. എവിടെയുള്ളതല്ല. വിഹിത കുണ്ഠേ വൈകുണ്ഠം എന്ന് പറയുന്നത്. ഇവിടെ വേറെ ഒന്നുമില്ല, രണ്ടെന്നുള്ള ചിന്തയില്ല. ബ്രഹ്മം മാത്രമാണ് സത്യം. നമ്മൾ ഉണർവോടെ ഇരിക്കുന്നതാണ്. ആ ലോകത്തെ നമുക്ക് നൽകണമെന്ന് പറഞ്ഞാൽ ആ വിചാരം തന്ന് നമ്മുടെ ബ്രഹ്മത്തിലോട്ട് അടുപ്പിച്ച് നമുക്ക് മോക്ഷത്തെ കൊടുക്കുന്നത്. രാജ്യവല്ലഭായ നമഃ. രാജകൃപായ നമഃ. കാരുണ്യം ചൊരിയുന്ന ദേവിക്ക് നമസ്കാരം. കരുണാമയ്യാണ് ദേവി. രാജപീഠ നിവേശിത നിരാശ്രിതായ നമഃ. ആരെല്ലാം തന്നെ ആശ്രയിക്കുന്നുവോ അവരെ രാജപീഠത്തിൽ വാഴിക്കുന്നവൾ ദേവി. രാജപീഠം എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥിതി, ഉയർന്ന സ്ഥാനം. അതാണ് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് നമ്മൾ അർഹിക്കുന്നത്. സൗഭാഗ്യം നമ്മൾ എത്രത്തോളം നമ്മൾ കർമ്മം പുണ്യകർമ്മം ചെയ്തിട്ടോ അതനുസരിച്ചുള്ള അനുഭവമേ നമുക്ക് കിട്ടുകയുള്ളൂ. അത് നൽകുന്നവൾ ദേവി. രാജപീഠ നിവേശിത നിജാശ്രിതായ നമഃ. രാജ്യലക്ഷ്മി നമഃ. രാജ്യലക്ഷ്മി എന്ന് പറയുന്നത് എല്ലാ ഐശ്വര്യത്തെ കൊടുക്കുന്ന ദേവി സ്വരൂപത്തിന്റെ ഒരു നാമം, പര്യായം. കോശനാഥായ നമഃ. ധനത്തിന്റെ അധിദേവതയായ ദേവിക്ക് നമസ്കാരം ഒരർത്ഥമുണ്ട്. ശരീരത്തിൽ 5 കോശമുണ്ട്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. 5 കോശത്തിനും അധിപതിയായിരിക്കുന്നത് ഈശ്വരൻ. നമ്മൾ കണ്ടു ഓരോ ആധാരത്തിൽ വരുമ്പോൾ കോഷ്ഠായ നമഃ, മേധോനിഷ്ഠായ നമഃ. കണ്ടില്ലേ ഓരോ ദേവി സ്വരൂപം ആ 7 ആധാരത്തിൽ വന്നിച്ചത്. ഇതെല്ലാം ഈശ്വരന്റെ തന്നെയാണ്. അതാണ് അവിടെ കോശനാഥായ നമഃ. ചതുരംഗ ബലേശ്വര്യേ നമഃ. ചതുരംഗ സേനയുടെ ഈശ്വരിയായ ദേവിക്ക് നമസ്കാരം. ചതുരംഗ സേന എന്ന് പറഞ്ഞാൽ, സാധാരണ സേന എന്ന് പറഞ്ഞാൽ ചതുരംഗ പടം, ആന, കുതിര, തേര്, കാലാൾപ്പടം. ഇതാണ് ചതുരംഗ സേന. ആന എന്ന് പറഞ്ഞാൽ ഒരാന, ആനയുടെ പുറത്ത് ഒരാള്, ആനയുടെ മുമ്പിൽ ഒരാള്, ആനയുടെ പിമ്പിൽ ഒരാള്. 3 പേരും ആനയും ചേർന്നതാണ് ഒന്ന്. ഇതുപോലെ 10,000 കണക്കിനുള്ളതാണ് ഗജസൈന്യം. കുതിര എന്ന് പറഞ്ഞാൽ ഒരു കുതിര, കുതിരയുടെ പുറത്ത് ഒരു യോദ്ധാവ്. തേര് എന്ന് പറഞ്ഞാൽ തേര് വലിക്കാൻ 4 കുതിരകൾ, ഒരു തേരോട്ടി, തേരുടെ ഒരു യോദ്ധാവ്. ആ യോദ്ധാവിന്റെ കടമ തേർ കുതിരകളെയും തേരോട്ടിയും തന്റെ തേരിന്റെ ധ്വജസ്തംഭത്തെയും സംരക്ഷിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഛേദിക്കപ്പെട്ടാൽ അവൻ തോൽവി അടയ്ക്കുമെന്നാണ് എന്റെ അർത്ഥം. ഇതാണ് രഥം. കാലാൽപ്പട എന്നുള്ളത് സാധാരണ ആളുകൾ, സാധാരണ ഒന്നുകൊണ്ട് ആറാട്ടത്തിന് കണ്ടില്ലേ നടന്നു പോകുന്നില്ല കാലാൽപ്പട. എന്താണ് ദേവിക്ക് ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാനുള്ള കഥയായിട്ട് പറയുമ്പോൾ യുദ്ധത്തിന് പോയി എന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഈ സേന എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സംഘർഷണം, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഈ 4 വ്യൂഹങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത്. തത്വങ്ങളാണ്. സാമ്രാജ്യദായിന്യേ നമഃ. സാമ്രാജ്യം നൽകുന്നവർ. സാമ്രാജ്യം മോക്ഷ സാമ്രാജ്യം. അതേപോലെ വേറെ അതിനേക്കാളും വലിയ ഒരു സാമ്രാജ്യം ഇല്ല. സത്യസന്ധായ നമഃ. സത്യത്തിൽ നിഷ്ഠയുള്ളവൾ ദേവി. സത്യത്തിൽ നിഷ്ഠയുള്ളവൾ ദേവി എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തുവാണ് ദേവി എന്ന് പറയുമ്പോൾ ആ സത്യസന്ധനായിരിക്കുന്നവരും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും മാത്രമേ ഈശ്വര സ്വരൂപത്തെ പൂർണ്ണമായി മനസ്സിലാക്കി ആ അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വെറുതെ കബളിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല. ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി അമ്പലത്തിൽ വന്നിട്ട് കാര്യമില്ല. അതെല്ലാം ഒരു വഴിപാടായിട്ട് പോകും. പക്ഷെ അതെല്ലാം ഉദ്ദേശിക്കും. ചടങ്ങായിട്ടല്ല, ആത്മാർത്ഥമായിട്ടുള്ള സത്യമായിട്ടുള്ള. അതെപ്പോ വരും? ശരിക്കും ഈശ്വരഭക്തി, ശരിയായ ഭക്തിയാണെങ്കിൽ മാത്രമേ വരങ്ങുള്ളൂ. ഭക്തിയുടെ ലക്ഷണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരദൂഷണത്തിൽ എന്തളവ് പോലും അവിടെ അനുവാദമില്ല. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ ദുഷിക്കുകയോ മറ്റുള്ളവർക്ക് ഉപദ്രവം വരികയോ വിഷമം തോന്നുകയോ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അത് ചെയ്താൽ അവിടെ ഭക്തി തീർന്നു. ഞാനല്ല, ആദിശങ്കർ ശിവാനന്ദരി പറയുന്നതാണ് ഭക്തിയുടെ ലക്ഷണത്തിൽ പറയുന്നത്. ആദിശങ്കരന്റെ വാക്കാണ്. അതില്ലാതെ ഈശ്വര വിചാരത്തിൽ മാത്രം മനസ്സുറപ്പിച്ച് സത്യമായ രീതിയിൽ നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ് സത്യസ്വരൂപിയായ ദേവിയെ അർത്ഥം.
അതുകൊണ്ട് അവിടെ സത്യസന്ധായ നമഃ. സാഗര മേഖലായ നമഃ. സമുദ്രം അരഞ്ഞാണമായി കൊണ്ടവൾ ദേവി. സമുദ്രം ഭൂമിക്ക് അരഞ്ഞാണമായി കിടക്കുന്നു. അതുപോലെ ആ ഭൂമി എന്നുള്ളത് ഈശ്വരന്റെ സൃഷ്ടി തന്നെയാണ്. വാക്യാർത്ഥം സമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രം ബുദ്ധി ലക്ഷണം എന്നാണ് തത്വപരമായ. എല്ലാത്തിനും രണ്ടർത്ഥമുണ്ട്. വാക്യാർത്ഥം മാത്രമല്ല, ഇന്നർ മീനിങ്, റൂട്ട് മീനിങ്. അതാണ് നിരുക്തം എന്ന് പറയുന്നത്. എന്താണ്, എന്തുകൊണ്ട് ബുദ്ധിയെ സമുദ്രവും കമ്പയർ ചെയ്യാൻ കാര്യം? മനുഷ്യന്റെ ബുദ്ധിയെ അളക്കാൻ സാധിക്കുമോ? നമ്മൾ അറിയില്ല ബുദ്ധിയുടെ വ്യാപ്തി എത്രയാണെന്ന്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ദോഷവും സംഭവിക്കും. ആ ബുദ്ധി സ്വരൂപമായിരിക്കുന്ന ദേവി തന്നെ യാദേവി സർവബുദ്ധേഷു ബുദ്ധി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. എല്ലാ ശരീരത്തിലും ബുദ്ധി സ്വരൂപമായിരിക്കുന്ന ദേവി തന്നെയാണ്. ആ ബുദ്ധി സമുദ്രത്തെ പോലെയാണ്. സമുദ്രം എങ്ങനെ അറിഞ്ഞാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയെ നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തണം. കാരണം ദേവിയുടെ ആഭരണത്തെ പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈശ്വര വിചാരത്തിൽ കഴിയുന്നതാണ് നല്ല ബുദ്ധി. അതാണ് അവിടെ സാഗര മേഖലായ നമഃ. ദീക്ഷിതായ നമഃ. മന്ത്രദാനം കൊണ്ട് പാപത്തെ നശിപ്പിക്കുന്നവൾ ദേവി. മന്ത്രദാനം കൊണ്ട് പാപത്തെ നശിപ്പിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിൽ ചെയ്തിട്ട് മന്ത്രം ജപിച്ചാൽ മാത്രം പാപം പോകും എന്നുള്ള വിചാരമൊന്നും വേണ്ട. അതിന് തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഹിന്ദു മതത്തിൽ മാത്രം സോറി, എക്സ്ക്യൂസ് മീ എന്നുള്ള വാക്കിനൊന്നും ഒരു സാധ്യതയില്ല. അതൊക്കെ പിന്നീട് സായിപ്പ് കണ്ടുപിടിച്ച വാക്കുകളാണ്. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിച്ചേ പറ്റും. ഒരു കാര്യം ആരും വിഷമിക്കേണ്ട കാര്യം. ഹിന്ദുമതം അതിന് സമ്മതിക്കുന്നില്ല. എല്ലാം ചെയ്തിട്ട് സോറി, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാലൊന്നും നമ്മൾ അങ്ങനെ ചെയ്യുന്ന പോലെ അറിയാണ്ട് നല്ല ഷൂ ഇട്ട് കാലം കൊണ്ട് ശരിക്കും ചവിട്ടും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകും കൈ കൊണ്ട് ഇടി, നല്ല വേദനിക്കും. സോറി എന്ന് പറഞ്ഞിട്ട് പോകും. സോറി കനോട്ട് മേക്ക് എ ഡെഡ് മാൻ അലൈവ് ചിലർ തിരിച്ചു പറയും. ഈ വേദന കൊണ്ട് പറയുന്ന വാക്കാണ്. ശരിയല്ലേ അത്? 5 ലെറ്റർ വേർഡ് കഴിഞ്ഞാൽ സോറി എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് മേക്ക് എ ഡെഡ് മാൻ അലൈവ്. ഇടിച്ചത്. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ ഈ അമ്പലത്തിൽ പോയി ഇതൊക്കെ ചെയ്യണം? എന്തായാലും പാപം അനുഭവിച്ചോളെ പറ്റും. പോകാതിരുന്നാൽ പാപത്തിന്റെ കാഠിന്യം കൂടും, അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കഷ്ടപ്പെടും. അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ കാഠിന്യം കുറയും. ശരിക്കും അത് കുറയുന്നില്ല, പക്ഷെ കുറയുന്നത് പോലുള്ള ഫീൽ നമുക്ക് കിട്ടും അമ്പലത്തിൽ വരുന്നത്. ഈ പെയിൻ കില്ലർ എന്നാണ് മരവിപ്പിക്കുകയാണ്. പെയിൻ ഉണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. അതാണ് പെയിൻ കില്ലർ. പെയിൻ കില്ലറാണ് ശരീരത്തിന്റെ അല്ല, മനസ്സിന്റെ. അതേപോലെ വ്യത്യാസം. അവിടെ തരുന്ന പെയിൻ കില്ലർ ശരീരത്തിലുള്ളത്, ഇവിടെ കിട്ടുന്ന ഈ പെയിൻ കില്ലർ മനസ്സിന്റെ തെറ്റാണ്. അതുകൊണ്ട് മന്ത്രദാനം കൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ആ ഈശ്വര ഭജനം. മന്ത്രദാനം എന്ന് പറഞ്ഞാൽ ലളിതാസഹസ്രം ജപിക്കുന്നത് മന്ത്രദാനം, നമഃശിവായ എന്ന് പറയുന്നത് മന്ത്രദാനം. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആ മനസ്സില് നമുക്ക് അറിയാണ്ട് സന്തോഷങ്ങൾ. അതുകൊണ്ടല്ലേ നമ്മൾ എന്നും വരുന്നത്, എന്നും ജപിക്കുന്നതിന്. അത് ജപിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദം അതിന് മുമ്പേ ഉണ്ടാവില്ല, അതിന് പിമ്പേ ഉണ്ടാവില്ല. പുസ്തകം എടുത്ത് ജപിക്കാൻ തുടങ്ങി തീരുന്നത് വരെ കിട്ടുന്ന ആ ഒരു സുഖം, ആ ഒരു അനുഭൂതി, അത് ഓൺലി പീപ്പിൾ ക്യാൻ എക്സ്പീരിയൻസ്. ആർക്കും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. അത് അനുഭവിച്ചവർ വീണ്ടും വീണ്ടും വരും. അതുകൊണ്ടാണ് നിശ്ചിത നാളെ വെള്ളിയാഴ്ച നിങ്ങൾ ഇത് പറയും. കാരണം അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന അനുഭവം, ആ സുഖം, അത് വേണം എന്നുള്ള തോന്നൽ, അതാണ് കറക്റ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഡേ വെച്ചിട്ട് നമ്മൾ അത് ചെയ്യുന്നത്. ഇതെല്ലാം സത്യമായ വസ്തുവായതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് താല്പര്യം. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വരുമ്പോൾ അവന്റെ മനസ്സിലുള്ള ആ ദുഃഖം മാറി അവന് ജ്ഞാനം നൽകി അവന് അനുഗ്രഹം കിട്ടുന്നത്. അതാണ് മന്ത്രദാനം കൊണ്ട് പാപത്തെ ഇല്ലാതാക്കുന്നത്. ദൈത്യ സമന്വയ അസുരന്മാരെ നശിപ്പിക്കുന്നവൾ ദേവി. ദേവി ആരെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു അസുരന്മാരെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആരായി അസുരന്മാർ? അസുരൻ എന്ന് പറഞ്ഞാൽ രാക്ഷസൻ. നമ്മൾ സാധാരണ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല 7 അടി പൊക്കം, 4 അടി വീതി, കറുത്തുള്ള ശരീരം, ഭയങ്കരമായ പല്ലുകൾ, ആളുകളൊക്കെ ഭക്ഷിച്ച് എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു സ്വരൂപം. അത് കഥയായി പറയുന്നുണ്ട്. അവരൊന്നും അസുരനോ ശത്രുക്കളോ എന്നല്ല. 14 ശത്രുക്കൾ അസുരന്മാരുണ്ട് നമ്മുടെ കൂടെ പിറപ്പായി, നമ്മുടെ കൂടെ ഉള്ളവർ. കൂടെ പറഞ്ഞ സഹോദരൻ സഹോദരി എന്നല്ല, ബ്ലഡിലൂറിയ നമ്മുടെ കൂടെ ഉള്ളവർ. ആരെല്ലാമാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ദമ്പം, ദർപ്പം, ഈർഷ,
അസൂയ, ഇച്ഛ, അഹങ്കാരം, രാഗം, ദ്വേഷം. എല്ലാവരുടെ ശരീരത്തിലും അത് നമ്മുടെ കൂടെ ഉള്ളത് തന്നെയാണ്. പ്രപ്പോർഷൻ ചിലപ്പോ കൂടുതൽ കുറഞ്ഞിരിക്കും. ഒരേ ആളിൽ തന്നെ ചിലപ്പോൾ ഇത് കാണും, ചിലപ്പോൾ അത് കാണും. 14 എണ്ണത്തിലും നമ്മൾ അടിമപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് സത്കർമ്മങ്ങൾ ചെയ്താലും നമ്മളെ മുന്നോട്ട് പോകാതെ നമ്മളെ തടഞ്ഞു നിർത്തുന്നത് ഈ 14 പേരാണ്. ഇതാണ് ശരിക്കും രാക്ഷസൻ, ശത്രു. അസുരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പൊ ദേവൻ എന്ന് പറഞ്ഞ് വേറെ ആളില്ല, അസുരൻ വേറെ ആളില്ല. എപ്പോ നമ്മുടെ മനസ്സ് നല്ലത് ചിന്തിക്കുന്നു അപ്പൊ നമ്മൾ ദേവൻ, എപ്പോ നമ്മുടെ മനസ്സ് ദുഷ്ടചിന്തയിൽ വരുന്നു അപ്പൊ നമ്മൾ അസുരൻ. അപ്പൊ അസുരനെ വധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആ അസുരവൃത്തിയെ, ദുഷ്ടചിന്തയെ ഇല്ലാതാക്കി നമ്മുടെ സദ്വൃത്തനാക്കി മാറ്റി നമുക്ക് അനുഗ്രഹം ചെയ്യുന്നവൾ ദേവി. നമുക്ക് എല്ലാ അസുരന്മാർക്കും മോക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും എല്ലാം ചെയ്ത് എത്ര ദേവിമാർക്കും വായിക്കുന്നു. ഒരു പ്രാവശ്യം ഒരു മഹിഷാസുരമർദ്ദിനിയെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ മഹിഷാസുരൻ കണ്ടല്ലോ, നേരിട്ടല്ലേ കണ്ടത്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, അസുരവൃത്തിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അസുരവൃത്തി ഇല്ലാതാക്കി നൽകുന്ന മോക്ഷം നൽകുന്നവൾ ദേവി എന്നാണ്. അതാണ് ഇവിടെ ദൈത്യ ശമന്യനമാണെന്ന് പറയുന്നതല്ലാതെ ഏതോ അസുരന്മാർ എവിടെയോ ഉള്ളവരെല്ലാം നമ്മുടെ കൂടെയുള്ള 14 ദുർഗുണങ്ങളാണ് അസുരന്മാർ. സർവലോക വശങ്കരിയേ നമഃ. എല്ലാ ലോകങ്ങളെയും തന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നവൾ ദേവി. അതാണ് സർവാനുഷ്ഠിക്യ ശാസ്ത്രായനമാണ് അവസാനം ഒരു പദം വരുന്നുണ്ട്. ഈശ്വരാജ്ഞയെ അതിജീവിച്ച് ഒന്നും ആർക്കും ചെയ്യാൻ സാധിക്കുകയില്ല. എല്ലാം ദൈവനിശ്ചയം. എല്ലാം പറഞ്ഞിട്ടില്ലേ? ഈശ്വര നിശ്ചയം നടന്നില്ലെങ്കിൽ ഉള്ള ഈശ്വര നിശ്ചയം എന്ന് പറഞ്ഞു. നടന്ന എന്റെ നിശ്ചയം എന്ന് പറഞ്ഞു. നടന്നതും ഈശ്വര നിശ്ചയം തന്നെയാണ്, നടക്കാൻ പോകുന്നതും ഈശ്വര നിശ്ചയം തന്നെയാണ്. അതല്ലാതെ ഒന്നും തന്നെ ഇല്ല. അതുപോലെ എന്തൊരു കാര്യം നമ്മൾ കിട്ടിയാലും അത് അനുഭവിച്ചാലും അത് ഈശ്വര കടാക്ഷം കൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞ് തന്നെ കഴിക്കുന്ന ആഹാരമാകട്ടെ, കഴിക്കുന്ന വസ്ത്രമാകട്ടെ, അനുഭവിക്കുന്ന എല്ലാ വസ്തുക്കളും ഈശ്വരന്റെ കൃപ കൊണ്ട് കിട്ടിയെന്നുള്ള ചിന്തയോടുകൂടി അനുഭവിക്കാൻ നമ്മൾ തുടങ്ങിയാൽ നിരന്തരമായിട്ടുണ്ടാവും. ഒരു പക്ഷേ അതില്ലാതായാലും നമുക്ക് വിഷമം കണ്ടെത്തും. ഈശ്വരൻ തന്നു ഇല്ല, അത്രയേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ല. ഞാൻ എന്റേത് എന്നുള്ളത് വരുമ്പോഴാണ് ഈ അറ്റാച്ച്മെന്റ് വരുന്നത്. സർവലോക വശങ്കരീനമ സർവാർത്ഥ ദാത്രീനമ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം 4 പുരുഷാർത്ഥങ്ങൾ നൽകുന്നവൾ ദേവി. ഇത് നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെ മീനിങ് കണ്ടതാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മ. എല്ലാവർക്കും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതാത് പ്രായത്തിൽ വരുമ്പോൾ അതാത് കർമ്മങ്ങൾ അവർ ചെയ്യണം. അത് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരൻ എന്തെങ്കിലും കൊടുക്കുന്നത് മാത്രം ധർമ്മമല്ല, അത് ധർമ്മത്തിന്റെ ഒരു ഭാഗം. അവനവന്റെ ജോലി ചെയ്യാതെ ധർമ്മം ചെയ്തിട്ട് കാര്യമില്ല. ഭാര്യ ഭർത്തൃ ശുശ്രൂഷ ചെയ്യണം, ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം. ഒരു എക്സാമ്പിൾ. അതുപോലെ സഹോദര ധർമ്മം, എല്ലാ ധർമ്മവും ഇതെല്ലാം വർദ്ധിക്കുന്ന ഇതിഹാസമാണ് രാമായണം. ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയുന്നതാണ് രാമായണം. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കാട്ടിത്തന്നതാണ് രാമായണം. രാമസ്യ അയനം രാമായണം. രാമൻ കാട്ടിത്തന്ന വഴി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ധർമ്മം. അർത്ഥം, അത് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ഫലം. പണം എന്നും അർത്ഥമോ, ധനമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാമം, ഇതെല്ലാം ചെയ്താൽ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. ആഗ്രഹങ്ങൾ വേണം, ആഗ്രഹങ്ങൾ തീർക്കണം. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ തീർത്തോളൂ, നാളത്തേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ അതിനുവേണ്ടി ചിലപ്പോൾ പിന്നെയും ഒരു പ്രാവശ്യം കൂടി അല്ലെങ്കിൽ ജനിക്കേണ്ടി വരില്ല എന്ന് വെച്ച് ഒരു പക്ഷേ മോക്ഷത്തിന് സാധ്യത ഉണ്ടെങ്കിലും ഈ ആഗ്രഹം നമുക്ക് കുറിക്കാവുന്ന നിൽക്കാൻ. അതാ തമിഴിൽ പറയും ആശയറിവിങ്ങൾ ഈശ്വരനോടായാലും ആശയറിവിങ്ങൾ. ദൈവത്തിനോട് പോലും ആഗ്രഹം വെക്കരുത്. ഒരു സംസാരത്തിൽ വയ്ക്കോ, എന്റേതെന്ന് തോന്നൽ അവിടെയും വരാൻ പാടില്ല എന്നാണ് പറയും. കാരണം വന്നു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ആയി പോകും. ഇത് 4 കഴിഞ്ഞാലാണ്, ഈ 3 കഴിഞ്ഞാലാണ് മോക്ഷം. ഈ പുരുഷാർത്ഥമായ 4 കൊടുക്കുന്നവൾ ദേവി. നമ്മുടെ ധർമ്മം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് അതിന്റെ ഫലവും അനുഭവിച്ച നമ്മൾ മോക്ഷത്തിലോട്ട് നമുക്ക് മോക്ഷത്തെ കൊടുക്കുന്നവൾ ദേവി. പുരുഷാർത്ഥം അതായി സാവിത്രി നമ. സാവിത്രിയായ ദേവിക്ക് നമസ്കാരം. സൃഷ്ടിശക്തിയാണ് സാവിത്രി. സൂര്യൻ എന്നും അർത്ഥമുണ്ട്. അത്യന്തം പവിത്രയാത്മമായതുകൊണ്ടും സാവിത്രി എന്ന് പറയുന്നു. സാവിത്രി എന്ന് പറയുമ്പോൾ സത്യവാൻ സാവിത്രിയുടെ കാര്യം കൂടി നമുക്ക് ഓർക്കണം. എന്തിനാണെന്ന് വെച്ചാൽ സത്യവാനെ മനസ്സുകൊണ്ട് വലിച്ചു കഴിഞ്ഞു. അപ്പോഴാണ്
നാരദൻ എന്ന് പറയുന്നത് ഇവന് ആയസില്ല, 1 വർഷമേ ജീവിക്കുകയുള്ളൂ. എന്നാലും സാരമില്ല എന്ന് പറഞ്ഞ് മകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കും. സത്യവാന്റെ അച്ഛനും അമ്മയും അന്ധന്മാരാണ്, 2 പേർക്ക് കണ്ണു കണ്ടുക. ശരിക്കും അമ്മായി അമ്മയും അമ്മായി അച്ഛനെയും നല്ലവണ്ണം ശുശ്രൂഷിച്ച ഒരു സ്ത്രീ രൂപമാണ് സാവിത്രി. കഥയായിട്ട് പറയുന്നത് എന്തിനാണ് എടുത്തു പറയുന്നത് വെച്ചാൽ, ആ സത്യവാന്റെ പ്രാണൻ പോകുന്ന സമയമായപ്പോൾ തപസ്സിരുന്നു, ആ വ്രതം അനുഷ്ഠിച്ചു. അതാണ് നമ്മുടെ കാലടയാൻ നോയമ്പോൾ നമ്മൾ എപ്പോഴും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമുദായത്തിൽ. യമധർമ്മൻ വന്നു ഇങ്ങനെ ഇതൊക്കെ നീതിയാണ്, സന്ധിച്ചേ പറ്റൂ, അതുകൊണ്ട് യാതൊരു കാരണവശാലും ജീവൻ മടക്കി തരാൻ സാധിക്കുകയില്ല. പക്ഷേ ഇവരുടെ ഭർത്തൃ ശുശ്രൂഷയിലും അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചതിലും സംതൃപ്തിയായ യമധർമ്മൻ പറഞ്ഞു, നിനക്കൊരു വരം തരാം, വാങ്ങിച്ചു. എന്ത് വരം വേണം? എന്ത് വരമാണ് അവൾ ചോദിച്ചത്? എന്റെ അമ്മായി അമ്മയ്ക്കും അമ്മായി അച്ഛനും കണ്ണ് അവർക്ക് ദൃഷ്ടി കിട്ടണം, കാഴ്ച കിട്ടണം. സത്യവാനെ കുറിച്ചോ തന്നെ കുറിച്ചോ അല്ല വരം ചോദിച്ചു. യമധർമ്മൻ അതിശയം. വരം ചോദിച്ചാൽ നമുക്കല്ലേ സാധാരണ, നമ്മളാണെങ്കിൽ എന്ത് പറയും? നമ്മുടെ ആ കാര്യം ആദ്യം നോക്കും, പിന്നീട് അടുത്തതുള്ളൂ. അതങ്ങനെ ചോദിച്ചില്ല. ഉടനെ ശരി, ഒരു വരം കൂടി തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, സത്യവാന്റെ ജീവൻ മാത്രം ചോദിക്കരുത്. ബുദ്ധിശാലിയാണ് സാവിത്രി. ശരി, ഞാൻ ചോദിക്കില്ല, എനിക്ക് ഒരു വരം കൂടി വേണം. 100 സത്പുത്രന്മാർ ജനിക്കണം. 100 സത്പുത്രന്മാർ ജനിക്കണം പറഞ്ഞപ്പോ ആ ഇവളുടെ ഭക്തിയിലും ശ്രദ്ധയിലും തനിക്കൊരു വരം തന്നപ്പോ അതുപോലും വേണ്ട, പ്രായമായി അവർക്ക് കാഴ്ച കിട്ടുന്നത് വെച്ച് ആ സന്തോഷത്തിൽ യമധർമ്മൻ അല്പം ഒന്ന് ചിന്തിക്കാതെ അനുഗ്രഹിച്ചു. എന്നിട്ട് യാത്രയായി. എവിടെ പോകുന്നു? അനുഗ്രഹിച്ചില്ലേ, എന്നാ സാധിക്കണ്ടേ? 100 സത്പുത്രന്റെ ജനിക്കണം എന്ന് പറഞ്ഞ ഭർത്താവിനെ കൊണ്ടുപോയ. അങ്ങനെ യമധർമ്മനെയെ അവൾ കബളിപ്പിച്ച് വരം വാങ്ങിച്ചെന്നൂടെ പറയാം. അതാണ് സത്യവാൻ സാവിത്രി. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ വരം ചോദിക്കുമ്പോ വളരെ ആലോചിച്ച് വേണം ചോദിക്കാൻ. അതിൽ നമ്മുടെ ഇതിലൊരു കഥയുണ്ട്. 2 സ്ത്രീകൾ ബ്രഹ്മാവിനെ നോക്കി തപസ്സിരുന്നു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ഒരേ ദിവസം ഒരേ മാതിരി മന്ത്രം ജപിച്ച് ഒരേ മാതിരി തപസ്. ഒരു വരം ചോദിക്കാൻ പറഞ്ഞു. ആദ്യത്തെ സ്ത്രീ ചോദിച്ചു, ഞാൻ 100 വർഷം ആരോഗ്യത്തോടെ ജീവിക്കണം. മറ്റാൾ എന്ത് ചോദിക്കുന്നു? ഞാൻ 100 വർഷം ആരോഗ്യത്തോടെ ദീർഘസുമംഗലിയായിരിക്കണം. എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? ആദ്യത്തെ വരം അവർക്ക് മാത്രം, രണ്ടാമത്തെ വരം തനിക്കും ഭർത്താവിനും. 2 വരം ചോദിച്ചില്ലല്ലോ. ഞാൻ ദീർഘസുമംഗലിയായിരിക്കണം, അതാണ് സാവിത്രി. 100 സത്പുത്രന്മാർ വേണമെന്നേ ചോദിച്ചോളൂ. എവന്റെ സത്യവാന്റെ ജീവൻ ഞാൻ ചോദിക്കില്ല, നിങ്ങൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം. എനിക്ക് 100 സത്പുത്രന്മാർ വേണം. 6 മാസത്തിനുള്ളിൽ ആദ്യത്തെ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു. വീണ്ടും തപസ്സിരുന്നു. ഒരേ ദിവസം തപസ് തുടങ്ങി, ഒരേ ദിവസം തപസ് നമ്മളെ ബ്രഹ്മാവ് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് മാത്രം ഇങ്ങനൊരു അസ്വാഭാവികം ഉണ്ടാവുന്നത് എന്താ കാര്യം? അതറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവൾക്ക് ഇങ്ങനെയുള്ളതിന് അസൂയൊന്നുമില്ല. അത്ര നല്ല, അല്ലെങ്കിൽ തപസ് ചെയ്യുന്ന അത്ര നല്ല ശുദ്ധചിത്തതയുള്ളവരല്ലേ. ഇത് കഥയാണ്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, നീ എന്താ ചോദിച്ചത്? 100 വർഷം ആരോഗ്യത്തോടെ ഇരിക്കണം. ഇപ്പൊ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് മുതൽ 100 വർഷം ഇരിക്കണം. അവിടെ ചോദിച്ചത് 100 വർഷം ആരോഗ്യത്തോടെ ദീർഘസുമംഗലിയായിരിക്കണം. അപ്പൊ എനിക്ക് എങ്ങനെ അത് അനുഗ്രഹിച്ചു? എന്താന്ന് പറഞ്ഞാൽ, ചോദിക്കുന്നത് ആലോചിച്ച് വേണം ചോദിക്കാൻ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാവിത്രി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സത്യവാൻ സാവിത്രിയുടെ കഥ പറയാൻ കാര്യം. പലരും ഇങ്ങനെ ചോദിക്കും, എന്താണ് യമധർമ്മന്റെ അടുത്ത് സാവിത്രി ജീവൻ എങ്ങനെ കൊണ്ടുവന്നു? ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. അല്ലാതെ യമധർമ്മൻ വിട്ടുകൊടുത്തതല്ല. നിവൃത്തിയില്ലാതെ യമധർമ്മൻ കുടുങ്ങിപ്പോയി. കാർന്നു ചെയ്ത് കളഞ്ഞ യമധർമ്മന്റെ സാവിത്രി. ഇവിടെ സവിതാവ് സൂര്യൻ എന്നുള്ള അർത്ഥത്തിലാണ് സാവിത്രി. സാവിത്രി സച്ചിദാനന്ദ രൂപിണി നമഃ. സച്ചിദാനന്ദ രൂപിണിയായ ദേവിക്ക് നമസ്കാരം. സച്ചിദാനന്ദ രൂപിണി സത്ത് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, ചിത്ത എന്ന് പറഞ്ഞാൽ ബോധം, ആനന്ദം, സന്തോഷം. സത്ത്, ചിത്ത്, ആനന്ദം, സച്ചിദാനന്ദം എന്ന് പറയുന്നില്ലേ. സത്ത് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, എക്സിസ്റ്റൻസ്.
ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം, സത്യമായ വസ്തുവാണ് ഇതാണെന്നുള്ള ആ ബോധം. അത് വന്നു കഴിഞ്ഞാൽ മനസ്സിൽ കിട്ടുന്നത് ആനന്ദം. അതാണ് സച്ചിദാനന്ദ സ്വരൂപി. ചെറിയ സത്ത ചിത്ത ആനന്ദം. പക്ഷെ അതിന് മീനിങ് നോക്കിയാൽ ഇതാണ്. സത്ത എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, ചിത്ത എന്ന് പറഞ്ഞാൽ ബോധം, ആനന്ദം എന്ന് പറഞ്ഞാൽ സന്തോഷം. അത് മാത്രമേ നിലനിൽക്കുള്ളൂ. മറ്റൊന്നിനും നിലനിൽപ്പില്ല. സത്യമായ വസ്തുവിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. ദേശകാല പരിച്ഛിന്നായ ദേശകാലങ്ങളാൽ പരിമിതിയാവാത്ത ദേവിക്ക് നമസ്കാരം. അനന്തവും ഏകവുമായ സത്യവസ്തുവിനെ മുറിച്ച് പലതാക്കി കാണിക്കുവാൻ മായയുടെ അംശങ്ങളായ ദേശവും കാലവുമാണ്. ഈ മായയുടെ അംശമാണ് ദേശവും കാലവും എല്ലാമായിട്ട് കാണുന്നത്. ദേവി എന്നുള്ളത് മായയ്ക്ക് അതീതമായതാണ്. കാരണം എന്താ? ബ്രഹ്മം. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ബ്രഹ്മം മായയ്ക്ക് അതീതമാണ്, ബാക്കിയെല്ലാം മായയ്ക്ക് ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് ദേശമോ കാലമോ ഒന്നും ഈശ്വര സ്വരൂപത്തിനെ ബാധിക്കുകയില്ല. അവിടെ നമുക്ക് എപ്പോഴാണോ സൗകര്യം ആ സമയത്ത് ഔദ്യോഗിക കാര്യമായിട്ട് പുറത്തായിരിക്കും, വളരെ ലേറ്റായിട്ട് ഓഫീസിൽ വരാൻ പറ്റും. ഇപ്പൊ ഓഫീസിൽ തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല. 8 മണി 9 മണി വരെ ഞാനൊക്കെ ബാങ്കിൽ നിന്ന് റിട്ടയറായപ്പോ 5:05 ഞാൻ വീട്ടിലെത്തും. പക്ഷെ ഇന്ന് രാത്രി 9:30 മണിയായാലും ആളുകൾ വരുന്നില്ല. അങ്ങനെയുള്ളവർ വന്നു, അവർ മാത്രമേ ഉള്ളൂ. ഭർത്താവ് ഫാദറിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ വിളക്ക് വെക്കും. എന്നോടൊരാൾ ചോദിച്ചതാണ്, എന്ത് ചെയ്യും? ഒരു തെറ്റുമില്ല. 9 മണിക്ക് വന്നിട്ട് പറ്റുമെങ്കിൽ, കാരണം ഓഫീസിലായതുകൊണ്ട് പലവിധമായ അശുദ്ധങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, അതെല്ലാം ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ കൈമുട്ട് മുതൽ കാൽമുട്ട് മുതൽ മുഴുവൻ ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി മുഖവും കഴുകി വായു നിറയെ വെള്ളമെടുത്ത് ഇടതുവശമായി 7 പ്രാവശ്യം കവിൾപ്പെടും കൊണ്ട് കഴിയുക ശുദ്ധമാകും. ഒരു നല്ല വസ്ത്രം ധരിച്ച് നെറ്റി തിലകം അഷ്ടാണ്. കുങ്കുമമോ വിഭൂതിയോ ചന്ദനമോ അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ശൂന്യനെത്തി കൊണ്ട് ഒരു കാര്യവും ചെയ്യരുത്. എടുത്ത് വിളക്ക് കത്തിച്ച് പറയുന്ന നാമം ചൊല്ലുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിവേദിക്കുക, ഒന്നുമില്ലെങ്കിൽ നമസ്കരിച്ചിട്ട് വിളക്ക് അണയ്ക്കുക. അണയ്ക്കുമ്പോൾ ആ വിളക്ക് കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് പതുക്കെ അതിന്റെ ഉള്ളിലാക്കണം. അല്ലെങ്കിൽ ഒരു പുഷ്പമോ എന്തെങ്കിലും ചെയ്യണം. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം ലക്ഷ്മി ദേവിയാണ് ഉദ്ദേശിക്കുന്നത്. ഐശ്വര്യമാണ് അല്ലേ ലക്ഷ്മി ദേവിയുടെ. ലക്ഷ്മി ദേവിയെ നമ്മൾ കൈകൊണ്ടിങ്ങനെ ആക്കി കഴിഞ്ഞാൽ പോന്ന് പറയുന്നത് പോലെ ആയിരിക്കും. അത് ചെയ്യരുത്. അനന്തവും ഏകമായ സത്യവസ്തുവിനെ മുറിച്ച് പലരാക്കി കാണിക്കുന്ന മായയുടെ അംശങ്ങളായ ദേശവും കാലവുമാണ്. അവയ്ക്ക് അതീതമാണ് ദേവി എന്ന് പറഞ്ഞാൽ ദേശമോ കാലമോ ഒന്നും ദേവിയെ ബാധിക്കില്ല. ഇവിടെ ഇന്ന് ഓൺലൈൻ ക്ലാസ്സില് ന്യൂജേഴ്സിയിൽ നിന്ന് ഒരു അമ്മ പഠിക്കുന്നുണ്ട്. ഞാനിവിടെ 4 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ അവിടെ 3:30 മണി പാതിരാത്രി. അപ്പൊ അവര് ചോദിച്ചു, പാതിരാത്രി ഞാൻ എങ്ങനെ ലളിതാശ്വാസം ചോദിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? അമേരിക്കയിലെ സമയം അതായിപ്പോയി. എന്നാലും ആ 3:30 മണിക്ക് ചെറിയ വയസ്സ് അവരുണ്ട്, 86. ഇതൊക്കെ എന്തിനു പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഡിറ്റർമിനേഷൻ അതാണ് വേണ്ടത്. തൊട്ടടുത്ത് ഭർത്താവ് കിടന്ന് പറഞ്ഞു 90 വയസ്സ്. അതുകൊണ്ട് ഇയർഫോൺ വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. ഞാൻ നമുക്ക് ധാരാളമായിട്ട് പഠിച്ചു. അപ്പൊ ഈ പദം എടുത്തപ്പോൾ പറഞ്ഞു, ഇപ്പൊ എനിക്ക് സമാധാനമായി സാർ. ദേശവും കാലവും ഒന്നും ഈശ്വരൻ ഇല്ല എന്ന് മനസ്സിലായില്ലേ? ഇല്ല. ആ സമയത്ത് സാധിക്കും. അതുകൊണ്ട് തെറ്റെന്ന് പറയാനില്ല. ഇതെല്ലാം ദേശവും കാലവും എല്ലാം മായക്കുള്ളിലുള്ള വസ്തുക്കളല്ലാതെ മായക്ക് അതീതമായ ദേവിക്ക് ദേശവുമില്ല കാലവുമില്ല. ഏത് ദേശത്ത് പോയാലും ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇരിക്കുന്നതെല്ലാം ബ്രഹ്മത്തിന്റെ അംശമായ ദേവതാ സ്വരൂപം ചിന്ത മാത്രം ഉണ്ടായിരുന്നു. സർവകായി മഹാ എന്നും നിറഞ്ഞിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. മുമ്പത്തെ നാമത്തിൽ തന്നെയാണ് ഇവിടെയും അർത്ഥം കൊണ്ട് ആവർത്തിക്കുന്നത്. ദേവി സർവാധാരിയായി എല്ലാ രൂപങ്ങളിലും നിലകൊള്ളുന്നു. അപ്പൊ ഇന്ന സ്ഥലത്തെ ഇന്ന സ്ഥലത്തില്ല എന്ന് പറയാൻ സാധിക്കില്ലല്ലോ, അല്ലേ? ഇപ്പൊ ജോലി കിട്ടിയ സൗത്ത് ആഫ്രിക്കയിൽ പോയി, അവിടെയും നമുക്ക് ആരാധന നടത്താം. പബ്ലിക്കായിട്ട് ചിലപ്പോൾ നടത്താൻ സാധിക്കില്ല. ആ രാജ്യത്തിന്റെ ഇതുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്ക ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അവിടെ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചില സ്ഥലങ്ങളിൽ മുസ്ലിം കൺട്രി ആണെങ്കിൽ അവിടെ ഈശ്വരാരാധന ചെയ്യാൻ പാടില്ല, ഹോമം ചെയ്യാൻ പാടില്ല, പുക വരാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും അവര് എന്റെ ഒരു ഫ്രണ്ട് കത്തറുണ്ട്. ഞങ്ങളുടെ വീട്ടിനകത്ത് ആകപ്പെടെ ഒരു മുറിയേ ഉള്ളൂ. ആ മുറി എന്ന് പറഞ്ഞാൽ പൂജ അമ്പലത്തിൽ ഇരിക്കുന്ന പോലെ തോന്നും. മുഴുവൻ പടങ്ങളാണ്.
വെള്ളിയാഴ്ച മാത്രമാണ് അങ്ങനെ ശരിക്കും ആരാധന ചെയ്യുന്നത്. കാരണം വെള്ളിയാഴ്ച ഓഫീസില്ല. രാവിലെ എന്തെങ്കിലും ഭഗവത്ഗീത മുഴുവൻ വായിക്കും. കർത്തവ്യം നിന്നുണ്ട്. തൃശ്ശൂർ സ്വദേശിയാണ്. സാധാരണ ആളെന്ന് വിചാരിച്ചു വന്നിരുന്നു. കന്യാകുമാരി ഞാൻ അദ്ദേഹം ക്ലാസ്സിൽ പോയിട്ട് അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പല പുസ്തകങ്ങൾ വായിച്ച ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ട് പറയുക. അപ്പൊ എവിടെ ഇരുന്നാലും ആരാധന ചെയ്യണമെങ്കിൽ ആരാധിക്കാം. ആ ആരാധനയെ ദൈവം സ്വീകരിക്കുന്നുള്ളതിന് തെളിവാണ് ഈ എക്സാമ്പിൾ. അതാണ് ഞാൻ പറയാൻ കാരണം. അതെനിക്ക് പരിചയമുള്ള ആളിന്റെ അനുഭവമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ദേശകാല പരിചിതനായ പറയുന്നത് എക്സാമ്പിളാണ് ഇതെന്ന്. സർവകായമായി എങ്ങും നിർത്തിക്കുന്നു സർവമോഹിനീയമാ, എല്ലാവരെയും മോഹിപ്പിക്കുന്നവൾ ദേവി. എങ്ങും നിർത്തിക്കുന്ന സത്യവസ്തുത എന്തുകൊണ്ട് അറിയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ മോഹം ഉള്ളത് കൊണ്ടാണ് സാധിക്കാത്തത്. മോഹം എപ്പോൾ ഉണ്ടാകും? മായക്കുള്ളിലുള്ളവർക്കാണ് ഈ മോഹം വരുന്നത്. മായക്ക് അതീതമായതാണ് ബ്രഹ്മം. അതുകൊണ്ട് അതിനെ നമുക്ക് സാധിക്കാം. ഈ മോഹം നീങ്ങിയാൽ അതാണ് തിരോധാനം. തിരോധാനം നീങ്ങിയാൽ അനുഗ്രഹം കിട്ടും. എന്താണെങ്കിലും ബ്രഹ്മമാണ് സത്യങ്ങളുടെ ഉണർവ് കിട്ടുമ്പോൾ മോക്ഷമാണ് അനുഗ്രഹം നമുക്ക് കിട്ടുന്നു. സർവമോഹിന്യമാണ് സരസ്വതീരമാം, സരസ്വതി രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. സരസ്വതി, ലക്ഷ്മി, പാർവതി ഇതെല്ലാം നമ്മൾ ആരാധിക്കാൻ വേണ്ടി വെക്കുന്ന ബ്രഹ്മം ശക്തി ഒന്നേ ഉള്ളല്ലോ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിദ്യാസ്വരൂപിണിയായ ദേവി. അപ്പൊ ഇവിടെ ബ്രഹ്മത്തെ വിദ്യാസ്വരൂപിണിയായി സങ്കല്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ശാസ്ത്രഗമ്യായ ശാസ്ത്രങ്ങളുടെ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. പ്രത്യക്ഷം അനുമാനവും സത്യവസ്തുവിനെ കണ്ടെത്താൻ മതിയാവില്ല. ഇന്ദ്രിയാതീതമായ സത്യത്തെ കണ്ടെത്താൻ ശാസ്ത്രങ്ങളാണ് ഉപായം. ആധ്യാത്മശാസ്ത്രങ്ങൾ ദേവിയുടെ ശരീരവും അംഗവുമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ കാര്യവും എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നതാണ് ശാസ്ത്രം. നേരത്തെ പറഞ്ഞ മാതിരി ശുദ്ധവൃത്തിയോടെ നമ്മൾ ചെയ്യണം. ശാസ്ത്രം അങ്ങനെ ചെയ്യാവൂ എന്ന് കരുതി കുളിച്ചിട്ട് ഈറനൊടുത്തുകൊണ്ട് പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിക്കുക, നാമം ചൊല്ലുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈറ വസ്ത്രം ഇതെല്ലാം ഏതെങ്കിലും ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ഈശ്വരാരാധന ശുദ്ധവൃത്തിയുടെ ശാസ്ത്രം പറയുന്നുണ്ട്. ആ ശാസ്ത്രത്തെ അതിൽ ഉൾക്കൊണ്ട് അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ അതിന്റെ ഫലം കിട്ടുകയുള്ളൂ. ശാസ്ത്രമീനമാണ്. എല്ലാ ശാസ്ത്രത്തിനും ഉറവിടമായിരിക്കുന്നത് ഈശ്വര സ്വരൂപം. ശാസ്ത്രമീനമാണ്. ഗുഹാംബായ നമഃ, സുബ്രഹ്മണ്യ ജനനിയായ ദേവിക്ക് നമസ്കാരം. സുബ്രഹ്മണ്യന്റെ അമ്മാവന് തർക്കമുണ്ട്. സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ എന്ത് പറഞ്ഞു? ജ്ഞാനം. ജ്ഞാനത്തെ നൽകുന്നത്, ജ്ഞാനത്തിന്റെ ഉറവിടം. ജ്ഞാനത്തിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ ഉറവിടമാണ് ദേവി. ഗുഹാംബായ നമഃ, ഗുഹ്യരൂപിണ്യനമ, രഹസ്യമായ അധ്യാത്മമാകുന്ന ദേവിക്ക് നമസ്കാരം. അനേകം സാധകർ, ഏതാനും ചിലർക്ക് ദേവി തത്വം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എല്ലാവർക്കും പെട്ടെന്നത് മനസ്സിലാക്കാനുള്ള ഇത് ഉണ്ടാവില്ല. കാരണം അവരുടെ കോൺസെൻട്രേഷൻ, അവർ ധ്യാനിക്കുന്ന രീതി, അവരുടെ ജീവിത രീതി, ശൈലി, ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അനുസരിച്ച് ആത്മസാക്ഷാത്കാരം ഒരുത്തനെ ലഭിക്കുന്നു. സർവോപാധി വിനിർമുക്തായ നമഃ, ഉപാധികളൊന്നും ഇല്ലാത്ത ദേവിക്ക് നമസ്കാരം. സത്യദർശനത്തെ പരിമിതിയാക്കുന്നവയാണ് ഉപാധികൾ. എല്ലാ വർണ്ണനകളും ഒരു വിധത്തിൽ ഉപാധികളാണ്. അവ അനന്ത വസ്തുവിനെ വാക്കുകളിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ഈ വർണ്ണനയെല്ലാം, പക്ഷേ ഇതിനെല്ലാം അതീതമാണ് ഈശ്വര സ്വരൂപം. അതുകൊണ്ടാണ് ആദിശങ്കരൻ 99 കൃതിയിൽ വെച്ച് അവസാനത്തെ കൃതി പഞ്ചുവാലാഭിഹി ദിനസകല നീരാജനഗതി സുധാസുദേവി ചന്ദ്രോപലം സ്വകീയരംഭോപി സരിതരി സ്വഗീതകരണം പ്രതീജാകർവാഹി തവജനനി വാചാം സ്തുതിയം. നമ്മുടെ അത് എങ്ങനെ വർണ്ണിക്കാൻ സാധിക്കും? നീ അനുഗ്രഹമായി തന്ന വാക്കുകൊണ്ട് നിന്റെ അനുഗ്രഹത്താൽ നീയായിട്ടാണ് എന്നുള്ളിൽ നിന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയാണ്. ജ്ഞാനധ്യാനത്തിൽ ദൈവരൂപായമാണ് പറഞ്ഞത്. ഈശ്വരനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെയാണ് ഈശ്വരനെ കുറിച്ച് പറയുന്നു അർത്ഥം. സാധാരണ ഒരു മനുഷ്യന് ഇത്രയും ശ്ലോകങ്ങൾ എഴുതാൻ സാധിക്കില്ല. ഈശ്വര അനുഗ്രഹം ഈശ്വരൻ തന്നെയാണ് എഴുതിയത്. മൂകകവി പെട്ടെന്ന് മുഖപഠിച്ചത് എഴുതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് മൂകകവിയുടെ രൂപത്തിൽ അത് എഴുതിയത്. അപ്പൊ എങ്ങനെയാണ് സൂര്യന്റെ നേരെ കരദൈവത്തിൽ കത്തിക്കുന്ന പോലെ, ചന്ദ്രന്റെ നിലാവിലെടുത്ത് ചന്ദ്രൻ അർക്കം ചെയ്യുന്ന എങ്ങനെയിരിക്കുന്നു അതുപോലെ, ആ സമുദ്രജലം
ആവിയായി മേൽപോട്ട് പോയിരുന്ന മഴ പെയ്യുമ്പോൾ ആ മഴയെ ഞാൻ സമുദ്രത്തിൽ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സമുദ്ര ജലമല്ലേ വീണ്ടും വരുന്നത്. അതുപോലെ ഇരിക്കുന്നു നിന്നെ സ്തുതിച്ച് നിനക്ക് സമർപ്പിക്കുന്നത്. കാരണം സ്തുതിക്കെല്ലാം അതീതമാണ് ഈശ്വര സ്വരൂപം. സർവോപാധി വിനിർമുക്തായ നമഃ, സദാശിവ പതിവ്രതായ നമഃ. പരമേശ്വരന്റെ പതിവ്രതയായ ദേവിക്ക് നമസ്കാരം. എല്ലാ കാലത്തും ശിവനിൽ ചേർന്നിരിക്കുന്നവൾ നടത്താം. പതിവ്രത എന്ന് പറഞ്ഞാൽ പതിയെ വ്രതമായി കൊണ്ടവൾ അർത്ഥം. പതി ശുശ്രൂഷ ചെയ്യുന്നവൾ ആണ് അർത്ഥം. പതിവ്രത എന്ന് പറഞ്ഞാൽ പുരുഷനല്ലാതെ വേറെ ആരെ മനസ്സുകൊണ്ട് ചിന്തിക്കാത്തവൾ എന്ന അർത്ഥത്തിൽ മാത്രം എടുത്തിട്ട് കാര്യമില്ല. ശാസ്ത്രം പറയുന്നത് ഭർത്തൃ ശുശ്രൂഷ ചെയ്താൽ മാത്രമേ പതിവ്രത എന്നുള്ള വാക്കിന് അർത്ഥം വരികയുള്ളൂ. സദാശിവ പതിവ്രതായ നമഃ, സമ്പ്രദായ ഈശ്വരി നമഃ. സമ്പ്രദായങ്ങളുടെ ഈശ്വരിയായ ദേവിക്ക് നമസ്കാരം. ഗുരുശിഷ്യ ക്രമത്തിൽ വരുന്ന വിദ്യയ്ക്കാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. അതിന്റെ ശക്തി ഗുരു ശിഷ്യൻ പറഞ്ഞാൽ ഗുരു ഉപദേശിക്കും, ശിഷ്യൻ അത് അംഗീകരിക്കും. അതെങ്ങനെ? ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മന്ത്രം ഉപദേശിക്കണമെങ്കിൽ ആ മന്ത്രം അക്ഷരലക്ഷം ഗുരു ജപിക്കണം. ജപിച്ച മന്ത്രം ഗുരുവിന് സിദ്ധിയാകണം. പഞ്ചാക്ഷര മന്ത്രം നമഃശിവായ പഞ്ചാക്ഷര മന്ത്രം ഒരാൾക്ക് ഉപദേശിക്കണമെങ്കിൽ ആ മന്ത്രം 5 ലക്ഷം പ്രാവശ്യം ഞാൻ ജപിക്കണം. നമഃശിവായ 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 മനസ്സിനെ ഏകാഗ്രതയിലാക്കി ആ ഉദര ശിവലിംഗം അല്ലെങ്കിൽ രൂപങ്ങൾ ഏതെങ്കിലും രൂപത്തിലെ മനസ്സിനെ ധ്യാനിച്ച് 5 ലക്ഷം പ്രാവശ്യം ജപിച്ചാൽ ആ മന്ത്രം എനിക്ക് സിദ്ധിയാണ്. അപ്പൊ എനിക്കത് ഉപദേശിക്കാനുള്ള ഒരു കഴിവ് എനിക്ക്. അപ്പൊ ഞാൻ ഗുരു. ഉപദേശം വാങ്ങാൻ വരുന്ന ആള് ശിഷ്യൻ. അത് സമ്പ്രദായമുണ്ട്. അതുകൊണ്ടാണ് സ്വാമി വരയിൽ പരമേശ്വരൻ ഇങ്ങനെ നിൽക്കുന്നത്. പറയും അറിയാത്ത കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരുന്ന ഗുരുവും കേൾക്കുന്നവൻ ശിഷ്യനുമാണ്. ശിഷ്യന്റെ സമ്പ്രദായം സമ്പ്രദായ ഒരു ശിഷ്യബന്ധം. മുരുകൻ മുകളിൽ ഇരിക്കുകയും പരമേശ്വരൻ താഴെ നിന്ന് ഇങ്ങനെ ചെയ്യുന്നത് ഈ വസ്തുക്കളെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. മകന്റെ മുമ്പിൽ അച്ഛൻ സമ്പ്രദായത്തിന്റെ അർത്ഥത്തിലല്ല. ഇല്ല, അങ്ങനെ തന്നെ. ആ കുടുംബം തന്നെ നോക്കൂ. ഗണപതി വല്ലാത്തൊരു രൂപം, മുരുകൻ അഴക് സ്വരൂപം, പരമേശ്വരൻ പാമ്പ്, ഭസ്മം, ആനത്തോൽ, പുലിത്തോൽ, ഇതെല്ലാം. പാർവതിയോ നല്ല ഒന്നാന്തരം കാഞ്ചീപുരം സർവാധരണ ബുദ്ധിയായി അല്ലെ, എല്ലാ ജ്വല്ലറി അവിടെ കാണും. പട്ട നല്ല അഴക് സുന്ദരിയായിട്ടിരിക്കും. എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം മിക്സ് ആയതാണ് പ്രപഞ്ചം നമുക്ക് കാണിക്കുകയാണ് ആ കൈലാസ സ്വരൂപം. കൈലാസ സ്വരൂപം എന്നാണ് അതിന് പേര്. ശിവപാർവതി ഗണപതി കൈലും മുരുകനെ പാർവതിയും വെച്ചിട്ട് താളപ്പുറത്തിരിക്കുന്നതായിട്ടുള്ള രൂപം കൊണ്ടോ കൈലാസ ദർശനം എന്നാണ് അതിന്റെ പേര്. ശിവാനന്ദഗതി വരുന്നുണ്ട്. എല്ലാം നിറഞ്ഞതാണ്. ഒന്നിനൊന്ന് വ്യത്യാസമില്ലാണ്. ഇവിടെ ഈ സമ്പ്രദായം ഗുരുശിഷ്യ സമ്പ്രദായം, അതാണ് വിദ്യ. ആ സമ്പ്രദായങ്ങൾക്ക് ഈശ്വരിയായവൾ ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഒരു ഗുരുവിൽ നിന്നും ഒരു കാര്യം നമുക്ക് പഠിക്കാൻ സാധിക്കൂ. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ അത് സാധിക്കും എന്നർത്ഥം. ആ ശിഷ്യനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ ശിഷ്യനും 5 ലക്ഷം പ്രാവശ്യം അവൻ ജപിക്കണം. എങ്കിലേ അവനത് പ്രയോജനപ്പെടുകയുള്ളൂ. പിന്നെ വേണമെങ്കിൽ വേറൊരാൾക്ക് ഉപദേശം കൊടുക്കാം. ആ ശിഷ്യൻ ജപിക്കാതെ വിട്ടാൽ ഗുരുവിന്റെ ഗതി. അതുകൊണ്ടാണ് പലരും ഉപദേശം കൊടുക്കാൻ പഠിക്കുന്നത്. കാരണം ഇത് സമ്പ്രദായമാണ്, ഗുരുശിഷ്യ ബന്ധത്തിലുള്ള സമ്പ്രദായമാണ്. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പഠിച്ചത് മറന്നാൽ ഏറ്റവും വലിയ വിഷയമാണ്. വിദ്യ അപമാനിക്കുന്ന പോലെ അല്ലേ? വിദ്യ എന്ന് പറയുന്നത് ഈശ്വരീയം, ദൈവമല്ലേ? അപ്പൊ അതേ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമായി. സമ്പ്രദായ ഈശ്വരീയനമ സാധുനേനമ, ഉചിതമായി പ്രവർത്തിച്ച് എന്ന് പറയത്തക്കവളായ ദേവിക്ക് നമസ്കാരം. സാധു ഉചിതമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നു. ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലും തെറ്റ്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താലും തെറ്റ്. അതാണ് പാപം എന്ന് പറയുന്നത്. ഒന്നും ചെയ്യേണ്ടത് ചെയ്യാതിരുന്ന അതും പാപം തന്നെയാണ്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താലും പാപം തന്നെയാണ്. ഉചിതമായി ചെയ്യുന്നത് ഈശ്വര സ്വരൂപം എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപത്തിൽ ജയിച്ച് അതിനെ ധ്യാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയുമില്ല, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ഇല്ല. അങ്ങനെ ഇരിക്കണം. എങ്കിലേ ഭക്ത എന്ന് പറയാൻ നമുക്ക് അർഹതയുള്ളൂ, ഭക്തൻ എന്ന് പറയാൻ അർഹതയുള്ളൂ. യൈ നമഃ, ഇത്
സ്വരമാകുന്ന കാമകലയായി വർത്തിക്കുന്ന ദേവി. കാമകല ധ്യാനത്തെ പറ്റി നമ്മൾ 324 പറഞ്ഞു. ബീജാക്ഷരമാണ് ദേവിയുടെ സ്വരൂപം. ഗുരുമണ്ഡല രൂപിണ്യേന ഗുരു പരമ്പരാ സ്വരൂപിണി. പരമേശ്വരൻ മുതൽ സ്വന്തം ഗുരുവരെയാണ് ഗുരുപരമ്പരാ പ്രവർത്തനം. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര. ഇങ്ങനെയാണ് നമ്മുടെ ഗുരുവിനെ ധ്യാനിക്കുന്നത്. തുടക്കം ആരാണ്? സദാശിവ സമാരംഭം, സദാശിവൻ തുടങ്ങി ശങ്കരാചാര്യ മധ്യമം, ആദിശങ്കരൻ നടുവില്, അത് കഴിഞ്ഞ് അസ്മദ് ആചാര്യ പര്യന്തം. ഇപ്പൊ ഞാൻ ബഹുമാനിക്കുന്ന ഗുരു, എനിക്ക് പറയുന്ന ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ കൊടുക്കുന്നവനാരോ അവൻ ഗുരു. അതാരായാലും ശരി തന്നെ. അതുകൊണ്ടാണ് പരീക്ഷാ പഞ്ചകത്തിൽ പറഞ്ഞു, മാറി നിൽക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ എന്നെയാണോ എന്റെ ഉള്ളിലുള്ള ഈശ്വരനെയാണോ എന്ന വന്ന ചണ്ടാള രൂപത്തിലിരുന്ന ആൾ ചോദിച്ചപ്പോൾ അപ്പൊ ആദിശങ്കരന്റെ മനസ്സിലായി സാധാരണ വ്യക്തിക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധിക്കില്ല. അപ്പൊ എല്ലാ ഉള്ളിലും ഉള്ളത് ആത്മാവ് ഒന്ന് തന്നെയാണ് എന്നുള്ള സത്യവസ്തു പറഞ്ഞിരുന്നവൻ ചണ്ടാളനായാലും എനിക്കവൻ ഗുരുവാണ്, ഏഷ മനീഷ മമ എന്ന് പറഞ്ഞ് ഫ്ലാറ്റായിട്ട് നമസ്കരിച്ചു. നമസ്കരിച്ച് എണീറ്റപ്പോഴാണ് പാർവതി പരമേശ്വരനായി പ്രതിഷ്ഠപ്പെട്ടത്. കാരണം എന്താ? ഗുരു എന്ന് പറഞ്ഞ അതാണ്. സദാശിവൻ തുടങ്ങി ശങ്കരാചാര്യ ലോകഗുരുവായ ആദിശങ്കരൻ, അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ കിട്ടുന്ന ഗുരു വരെ ഈ പരമ്പരയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഗുരുമണ്ഡല രൂപിണിയാണ്, ഗുരു പരമ്പരാ സ്വരൂപിണി, കുലോത്തീർണായ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ദേവിക്ക് നമസ്കാരം. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ദേവി എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് കാണാനും പറ്റൂല, ചെവി കൊണ്ട് കേൾക്കാനും പറ്റില്ല, മൂക്കൊണ്ട് മണന്ന് നോക്കാനും പറ്റില്ല, നാക്കുകൊണ്ട് രുചിച്ചു നോക്കാനും സാധിക്കില്ല. ബ്രഹ്മത്തെ ഇലക്ട്രിസിറ്റിയെ പോലെ. ഇലക്ട്രിസിറ്റി ഈ പറഞ്ഞ ഏതെങ്കിലും ഇലക്ട്രിസിറ്റിയോട് ചെയ്താൽ അറിയാം എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ അത് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എങ്ങനെ? ത്രൂ ഡിവൈസസ്. അതേപോലെ ബ്രഹ്മത്തിന്റെ പ്രഭാവത്തെ മനസ്സിലാക്കാനായിട്ടാണ് ഈ ദേവതാ സ്വരൂപം. കുലോത്തിർണായ നമഃ, ഭഗാരാധ്യായ നമഃ. സൂര്യമണ്ഡലത്തിൽ ആരാധിക്കേണ്ടവളായ ദേവിക്ക് നമസ്കാരം. സൂര്യമണ്ഡലം എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം, ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഈശ്വരൻ എന്നുള്ള വിചാരത്തിൽ ആരാധിക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. മായായി മായാകുന്ന ദേവിക്ക് നമസ്കാരം. സത്യവസ്തുവിനെ മറച്ച് ഈ പ്രപഞ്ചത്തെ സത്യം നമ്മൾ വിശ്വസിപ്പിക്കുന്നതാണ് മായ. എന്തിനത് ചെയ്യുന്നു? അതാണ് സുരതരാജാവിന്റെ ഇവിടെ സംശയം. എന്തിനാണ് ദേവി ഇങ്ങനെ ചെയ്യുന്നത്? നമ്മളെ മാത്രമല്ല, ജഗത് ഗുരുവിനെ പോലും, സാക്ഷാത് മഹാവിഷ്ണുവിനെ പോലും മായയിൽ ആഴ്ത്തിന്നാണ് ആ ദേവിമാർക്ക് തുടങ്ങുന്നത്. മതവേടവരുടെ തുടങ്ങുന്നത്. ആ മഹാപ്രളയ കാലത്ത് അനന്തനെ മെത്തിയാക്കിക്കൊണ്ട് ആ സാഗരത്തിൽ യോഗനിദ്രയിൽ കഴിയുന്നതാണ് ഭഗവാൻ. ഉറക്കമല്ല, യോഗനിദ്രയാണ്. കാരണം നിദ്രാദേവിക്ക് ഒരു ആഗ്രഹം, എല്ലാവരും നിദ്രയിലാക്കി, പക്ഷേ ഈ പരമ്പൊരുണ്ണ മാത്രം നിദ്രയിലാക്കാൻ സാധിച്ചില്ല. അപ്പൊ പറയും, ശരി, നിന്റെ ആഗ്രഹം സാധിക്കാം, കൽപ്പാന്ത കാലത്ത് മഹാപ്രളയം ഉണ്ടാകും, അപ്പൊ എനിക്ക് ഒരു ജോലിയില്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം നീങ്ങി അനുഗ്രഹം നടക്കാൻ പോകുന്നേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ കുറച്ച് യോഗനിദ്രയിലാവും, അപ്പൊ നീ എന്നെ നിദ്രയിലാവും. അങ്ങനെയാണ് വരുന്നത്. അത് മനസ്സിലാക്കിയാണ് ബ്രഹ്മദേവൻ നിദ്രാദേവിയെ സ്തോത്രം ചെയ്യും. മഹാവിഷ്ണു നിദ്രയിൽ നിന്ന് മുടങ്ങും. അത് കേടുള്ള പറ്റും ദേവി മാത്രം നമ്മൾ കഥയിൽ പറയുന്നു. അപ്പൊ ഇവിടെ മായാകുന്ന ദേവിക്ക് നമസ്കാരം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മായ നമ്മളെ ഇങ്ങനെ ആർത്തുന്നു എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ സംസാരത്തിൽ വിട്ട് എല്ലാം നമ്മളെ കൊണ്ട് അനുഭവിപ്പിച്ച് എല്ലാം തുമ്പപ്പുറത്തിലിട്ട് തൂയവനാക്കി വരുത്താറ് തുടർന്ന മുൻ മായ നീക്കി പിറന്ന പയ്യനെ തന്ന. ഇങ്ങനെ നിങ്ങൾ പാടും. കഷ്ടം തരുന്നത് എന്തിനാണ്? നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്ന പോലെ പറയുള്ളൂ അല്ലേ? 5000 രൂപ എടുത്ത് വാങ്ങിച്ച സാരിയാണ്. അതിനെ ഉപദ്രവിക്കാനല്ല നമ്മൾ ചെയ്യുന്നത്. അഴുക്ക് പോകണമെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട്, അതുപോലെയാണ് തുമ്പക്കുടത്തിലിട്ട് തൂയവനാക്കി വയ്ത്താൽ മായയിലേക്ക് പിറന്ന പയ്യനെ. ഇങ്ങനെ അൻപൈ പുകട്ടി മുന്തൻ ആളവെ കാണിച്ചു. അപ്പൊ ഈ ദുഃഖം വരുന്ന സമയത്ത് ആ വാത്സല്യം, സ്നേഹം കൊണ്ട് ദേവിയുടെ വിചാരത്തിൽ ഇരിക്കുമ്പോൾ ആ മനസ്സിന് സന്തോഷം വരും. സന്തോഷം പറ്റി ഈശ്വര സ്വരൂപത്തിലെ മനസ്സിലാക്കി കാണും. അങ്ങനെയുള്ള ദേവിയെ അടക്കില നീയേ അമ്മ നടിരാമേശ്വരിയാണ് നമ്മുടെ ദേവിയെ സ്തോത്രം ചെയ്യുന്നത്. ഇതാണ് ആ മായ. ആ മായ സ്വരൂപിയായിരിക്കുന്നവൾ ദേവി. സരസ്വതി നമഃ. സരസ്വതി രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. വിദ്യാശക്തിയാണ്
സരസ്വതി വിദ്യയെ പ്രദാനം ചെയ്യുന്നവൾ. ശാസ്ത്രമയി നമഃ, ശാസ്ത്രങ്ങളുടെ ഉറവിടമായവൾ. ഗുരുമണ്ഡല രൂപിണ്യേ നമഃ, കുലോത്തീർണായ നമഃ, ഇന്ദ്രിയങ്ങൾക്ക് അതിഥിയായ ദേവിക്ക് നമസ്കാരം. ഭഗാരാധ്യ സൂര്യമണ്ഡലത്തിൽ വസിക്കുന്നു. മായായ നമഃ, മധുമത്യേ നമഃ, നിറഞ്ഞ തേനായ ദേവിക്ക് നമസ്കാരം. പരമോന്നതമായ യോഗി, അവസാനം അതിക്രമിക്കേണ്ടതായ ഭൂമിക്ക് മധുമതി എന്ന് പേരുണ്ട്. എന്തുകൊണ്ടാണ് തേൻ എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, തേനിന്റെ ഗുണം എന്താണ്? അത് ആഹാര പദാർത്ഥത്തിലിട്ടാൽ അതിന്റെ മധുരം വർദ്ധിക്കും. ഇത് ഔഷധത്തിൽ ചേർത്താലോ ഔഷധത്തിന്റെ ഗുണത്തെ വർദ്ധിപ്പിക്കും. എല്ലാത്തിനും ചേരുന്നതാണ് തേൻ. ചിലരെങ്ങനെയുണ്ട്, എല്ലാവർക്കും അനുസരിച്ച് നിന്നോളും. തേൻ മാതിരി എന്ന് പറയുന്നത് ഇവിടെ തേൻ എന്ന് പറയാൻ കാര്യം, സാധാരണ ജനങ്ങൾക്ക് അവരുടെ ഭക്തിക്കനുസരിച്ച് അനുഗ്രഹം ചെയ്യുന്നതും ദേവി തന്നെയാണ്. മോക്ഷകൾക്ക് മോക്ഷത്തെ കൊടുക്കുന്നതും ആ ദേവി തന്നെയാണ്. സർവജീവജാലങ്ങൾക്കും ആശ്രയം, ക്ഷമ, കാരുണ്യം എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് മഹ്യേ നമഃ, ഭൂമിയെ ദേവിയുടെ രൂപത്തിലുള്ളവൾ. ക്ഷമയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ ദേവി എന്നർത്ഥം. പറഞ്ഞാൽ ദേവിയെ സ്തോത്രം ചെയ്യുന്നത് കൊണ്ട് മാത്രം പോരാ, അവരുടെ മനസ്സിൽ ക്ഷമ അതുപോലെ ഉണ്ടാകണം. എന്തെല്ലാം ദേവിക്കുണ്ടോ അതെല്ലാം നമുക്കുണ്ടാകണം. എന്തെല്ലാം ദേവിക്ക് ഇല്ല എന്ന് പറയുന്നു അതൊന്നും നമ്മളിൽ പാടില്ല. അതാണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സ് ബ്രഹ്മത്തിൽ ഗ്രഹിക്കാനുള്ള പക്വത വരികയുള്ളൂ. ഗണാംബായേ നമഃ, പ്രഥമ ഗണങ്ങൾക്ക് അമ്മയായ ദേവിക്ക് നമസ്കാരം. പ്രഥമ ഗണം ഗണപതി, ഗണേശ്വരൻ, വിഘ്നേശ്വരൻ, വിഘ്നങ്ങൾക്കെല്ലാം ഈശ്വരൻ. ഗുഹ്യകാരാധ്യായ നമഃ, ഗുഹ്യകാരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ. ആരാണ് ഗുഹ്യകന്മാർ? പറഞ്ഞാൽ യോഗാഭ്യാസത്തിൽ തന്റെ ഉള്ളിലുള്ള കുണ്ടലി ശക്തിയെ ഓരോ ആധാരത്തിൽ കൊണ്ടുവന്ന് ആരാധിക്കുന്നവനാണോ അവൻ. അത് രഹസ്യം അവന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? എന്റെ ശരീരത്തിലുള്ള കുണ്ടലി ശക്തിയെ ഞാൻ പ്രവർത്തിപ്പിക്കുന്നത് എനിക്ക് മാത്രമേ ഒരാൾ കാണിക്കാൻ സാധിക്കുകയില്ല. ഒരു എക്സ്റേയിൽ MRI സ്കാനിലൊന്നും കിട്ടില്ല. കുണ്ടലി ശക്തി ആർക്കെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ട്? എത്രയോ ആശുപത്രിയിൽ എല്ലാ എക്സ്റേ എടുക്കുന്നുണ്ട്, ബാക്കി എല്ലാം കാണിക്കുന്നുണ്ട്. ഈ കുണ്ടലിനെ കാണിക്കാത്തത് അത് സൂക്ഷ്മ ശരീരത്തിലാണ്. സ്ഥൂല ശരീരം മാത്രമേ എക്സ്റേയിൽ വരുള്ളൂ. അതൊന്നും അതിൽ വരികയില്ല. അതുകൊണ്ട് ഗണാംബായ ഗുഹ്യകാരാദേവം കോമളാംഗീ നമഃ, മൃദുലങ്ങളായ അംഗങ്ങളോട് കൂടിയവൾ ദേവി. അത് ദേവിയുടെ ആ ഒരു പ്രഭാവത്തെ വർണ്ണിക്കുന്ന കർണകമലം, കരകമലം, മുഖകമലം എല്ലാം താമര 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 എന്ന് പറഞ്ഞത് മൃദുത്വത്തിന് വേണ്ടി താമര. രണ്ടാമത് സ്വഭാവ വിശേഷം, താമര എപ്പോഴും ചെടിയിൽ വിടലും, പക്ഷെ അതിനെ പൊട്ടൽ ചെടി അതിനെ സ്പ്രെഡ് ആവില്ല. എത്ര ചെടിയിൽ ഇരുന്നാലും വെള്ളത്തിൽ നോക്കി താമരയെ കുറഞ്ഞ താമര ശകലം പോലും ചെറുപ്പം ഉണ്ടാവില്ല. അതാണ് ഈശ്വര സ്വരൂപം. ഗുരുപ്രിയായ നമഃ, ജഗദ്ഗുരുവായ പരമേശ്വരന്റെ പ്രിയതമയായ ദേവി നമസ്കാരം. എല്ലാവർക്കും ആദിഗുരു സദാശിവ സമാരംഭം തുടങ്ങി ആദ്യ ഗുരു സദാശിവൻ തന്നെയാണ്, പരമേശ്വരൻ തന്നെയാണ്. സ്വതന്ത്രായ നമഃ, സ്വതന്ത്രയായ ദേവിക്ക് നമസ്കാരം. ഉപകരണങ്ങളെ ഒന്നും ആശ്രയിക്കാതെ സൃഷ്ടി നടത്തുന്നതിനാൽ സ്വതന്ത്ര. ആരുടെ ഒരു സപ്പോർട്ടും ദേവിക്ക് വേണ്ടെന്നർത്ഥം. കാരണം എന്താ? ബ്രഹ്മം ഒന്നേ ഉള്ളൂ. ഈ ബ്രഹ്മമാണല്ലോ ബ്രഹ്മാവിന്റെ രൂപത്തിൽ സൃഷ്ടിക്കുന്നത്. സൃഷ്ടികർത്തേ ബ്രഹ്മരൂപ, ഗോത്രേ ഗോവിന്ദരൂപി എല്ലാം ബ്രഹ്മം തന്നെയാണ് വരുന്നത്. ബ്രഹ്മത്തിന് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒന്ന് ഇല്ല. ഉണ്ടെങ്കിൽ അവിടെ ദ്വൈതഭാവമാകും, അതോടെ അദ്വൈത സിദ്ധാന്തം ഇല്ല. ശരിക്കും ബ്രഹ്മം ഒന്നേ ഉള്ളൂ, ശക്തി ഒന്നേ ഉള്ളൂ. അത് സൃഷ്ടി ചെയ്യുമ്പോൾ ഓരോ രൂപത്തെ ധരിക്കുന്നു. അതുകൊണ്ട് ഒന്നിനെയും ആശ്രയിക്കാതെ സൃഷ്ടി നടത്തുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തെയാണ് കുറിക്കുന്നത്. സ്വതന്ത്രായ നമഃ, സർവതന്ത്രേശ്വരി നമഃ, സർവതന്ത്രങ്ങൾക്കും ഈശ്വരിയായ ദേവിക്ക് നമസ്കാരം. തന്ത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു മന്ത്രം, ഒരു യന്ത്രം, ഒരു തന്ത്രം. ഓരോ ദേവതയ്ക്കും ഉപാസിക്കാൻ ഒരു മന്ത്രം. ദേവി ഉപാസന ശ്രീവിദ്യാമന്ത്രം, അദ്വൈതാക്ഷി മന്ത്രം. അതിനുള്ള യന്ത്രം ശ്രീചക്രം, അതിനുള്ള തന്ത്രം ശ്രീവിദ്യാ തന്ത്രം. ആരാധിക്കുന്ന രീതി, മന്ത്രം ആരാധിക്കുന്ന ദേവിയുടെ ഉപാസനയ്ക്കുള്ള മന്ത്രം, യന്ത്രം അവർക്ക് ആസനം എവിടെയാണോ വെച്ച് ആരാധിക്കുന്നത് അത് യന്ത്രം, തന്ത്രം, ആരാധന രീതി. സർവതന്ത്രേശ്വരി നമഃ, ദക്ഷിണാമൂർത്തിയെ നമഃ, ദക്ഷിണാമൂർത്തിയായ ദേവിക്ക് നമസ്കാരം. അദ്വൈത സത്യം മൗനമായി ഉപദേശിക്കുന്ന ശിവനുമായ പരമഗുരുവാണ് ദക്ഷിണാമൂർത്തി. അതായത് ഇങ്ങനെ കാണിക്കുന്നത് അഹങ്കാരം, കർമ്മം, മായ, ഇതാണ് മൂന്ന് തരം. ഇത് ജീവൻ, ഇത് ബ്രഹ്മം.
ഇങ്ങനെ ഇരുന്നാൽ ഈ ജീവൻ അഹങ്കാരം കർമ്മം മായയോട് ചേർന്ന് നിന്നാൽ ബ്രഹ്മം തനിയെ. നമ്മളിങ്ങനെ കാണിക്കുക, ചേർത്ത് കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കും. സാധാരണ കൈ ഇങ്ങനെ മതി, ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ ആരും ഇത് അനുഗ്രഹിക്കുള്ളായിരിക്കും. നോക്കൂ, ബ്രഹ്മം തനിയെ ഇരിക്കും. ഈ അഹങ്കാര കർമ്മം മായയെ വിട്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ ജീവൻ ബ്രഹ്മത്തോട് ഇങ്ങനെ പറയും. അപ്പൊ അഹങ്കാരം കർമ്മമായ ജീവൻ നിന്നും അകന്നിരിക്കും. ഇതാണ് മൗനമായി നമുക്ക് ഉപദേശിച്ചു തരുന്ന ദക്ഷിണാമൂർത്തിയുടെ മുദ്രാണ്, ജ്ഞാനമുദ്രാണ്. അതാണ് ഉപദേശിക്കുന്നത്. അല്ല, ദക്ഷിണാമൂർത്തിയെ നമഃ. അദ്വൈത സിദ്ധം മൗനമായിരുന്ന് ഉപദേശിക്കുന്ന ശിവരൂപനായ പരമഗുരുവാണ് ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹത്തോടെ ഇന്നത്തെ പ്രഭാഷണം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നൈവേദ്യത്തിന് സമയമായി. ബാക്കിയുള്ള പദം ഇപ്പോൾ 725 പദമായി. ഇനിയുമുണ്ട് 2 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. അതുകൊണ്ട് നാളെയും ഇതുപോലെ എല്ലാവരും വന്ന് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സ്പോൺസർ പത്മശേഖർ മുഖർ. ഒരു ബാഗ് ഗിഫ്റ്റ് ഉണ്ടോ നമുക്ക് എത്തിക്കണം. ഒരു വ്യക്തി ധ്യാനം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ.